ഹലോ ഹലോ എവരിവൺ, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ വിംബിൾ അക്കാദമിയുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് ഫൈസൽ CA, വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. വളരെ സന്തോഷത്തോടെയാണ് വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. വിംബിൾ അക്കാദമിയുടെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ, അതിൻ്റെ വർക്ക്ഷോപ്പുകൾ, കോഴ്സുകൾ, അതിനിടയിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നവീകരിക്കപ്പെടുകയും അതേപോലെ തന്നെ കൂടുതൽ അറിവുകൾ നേടപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകൾ നമ്മൾ സ്ഥിരമായി തന്നെ നമ്മൾ നൽകി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും നമ്മളുടെ നോളജുകളെ നമ്മളൊന്നുകൂടി പരിശോധിക്കുകയും നമ്മൾ അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ നമ്മൾ ഇതുവരെ അറിഞ്ഞു വെച്ചതോ അതല്ലെങ്കിൽ മനസ്സിലാക്കിയതോ ഒക്കെ ഒന്നുകൂടി പോളിഷ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ആത്മവിചിന്തനങ്ങൾ നമ്മൾ നടത്തുകയും അതിലൂടെ കൂടുതൽ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകൾ സംഘടിപ്പിച്ചു വരുന്നത്. നാളെ നമ്മൾ 8:30 കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി സ്കിൽസുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെയുള്ള ഒരു സൗജന്യ വെബിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് കൂടി നിങ്ങളെ ഈ ഒരു സമയത്ത് ഇൻവൈറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ദ പവർ ഓഫ് ഇന്റൻഷൻ എന്ന ഒരു മനോഹരമായിട്ടുള്ള ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ചർച്ച ലീഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള വിംബിൾ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിൽ സ്ഥിരമായി തന്നെ ഇപ്പോൾ എല്ലാ തിങ്കളാഴ്ചകളിലും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളെ അധികരിച്ചുകൊണ്ട് ഡോക്ടർ യൂനിസ് സാറ് നമ്മളുമായിട്ട് സംവദിക്കാറുണ്ട്. ഇന്ന് ഡോക്ടർ യൂനിസ് സാറ് ദ പവർ ഓഫ് ഇന്റൻഷൻ എന്നുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മളുമായിട്ട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. അതിൻ്റെ ആദ്യാവസാനം എല്ലാവരും പങ്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ദൂരീകരിച്ചിട്ടായിരിക്കണം ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും പോകേണ്ടത്. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും വളരെ സന്തോഷത്തോടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. വിംബിൾ അക്കാദമിയുടെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ ലീഡ് ചെയ്യുന്ന ഒരാളാണ് ഡോക്ടർ യൂനിസ് സാറ്. പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ്, അതേപോലെ തന്നെ സെക്ഷുവാലിറ്റി ഇൻ മാരേജ്, അതേപോലെ തന്നെ ഇനി വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ പുതുതായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന നമ്മുടെ കപ്പിൾ തെറാപ്പി തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾക്കും കോഴ്സുകൾക്കും ലീഡ് ചെയ്യുന്നത് നമ്മുടെ യൂനിസ് സാറാണ്. അടുത്ത ആഴ്ച മുതൽ പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗിന്റെ പുതിയൊരു ബാച്ച് നമ്മൾ തുടങ്ങാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ യൂനിസ് സാറിനെ വളരെ സന്തോഷത്തോടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാറിനെ വളരെ ആദരവോടെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സർ. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മള് പൊതുവെ പ്രീമറൈറ്റിലും ടോപ്പിക്കുകളൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലാവരും ഒരുപാട് ആളുകൾ ചോദിച്ച ആളുകളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് അവരൊക്കെ കൃത്യമായിട്ട് അറിയിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. എന്നൊന്നും പറ്റിയിട്ടില്ല. എല്ലാ ഗ്രൂപ്പുകളിലും ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടാവും. സോ ഇന്റൻഷൻ എന്താണെന്നുള്ളതും എങ്ങനെയാണ് ഇന്റൻഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇന്റൻഷന്റെ വാല്യൂസ് ഞാൻ പൊതുവെ പറയുന്ന സമയത്ത് ഡീറ്റെയിലിംഗ് ചെയ്യാൻ സമയം കിട്ടാറില്ല. സോ ഇപ്പോഴും നമുക്ക് ഡീറ്റെയിൽഡ് വേർഷൻ ആയിട്ട് നമുക്ക് തരാൻ സ്പേസ് ഉണ്ടാകും. അത്രയും സമയം നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ പറ്റുന്ന ഒരു സമയത്തിൽ മാക്സിമം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കോലത്തിലായിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ദ പവർ ഓഫ് ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ഒരു പുസ്തകം കൂടെ ഉണ്ട്, ദ പവർ ഓഫ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ അതിനെ പറ്റിയിട്ടല്ല സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളല്ല. അതിനർത്ഥം ബുക്കിലൊന്നും ഇല്ല എന്നുള്ളതല്ല. ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ തന്നെ പറയുന്നുണ്ട്. ഇവിടെ ദ പവർ ഓഫ് ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ ചുമ്മാ ഒരു ഇന്റൻഷൻ എന്താ, എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ഉദ്ദേശത്തെ ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ഇന്റൻഷൻ
ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് മാത്രമല്ല പറയുന്നത്. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന ഉദ്ദേശങ്ങൾ, നമ്മുടെയൊക്കെ ചെയ്യുന്ന ഇന്റൻഷൻസ് എല്ലാം പ്യുവർ ആണോ? നമ്മളൊക്കെ ക്ലിയർ ആയ ഒരു റൂട്ട് തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ ഒരു ഉദ്ദേശം. ഓക്കെ, അതായത് ഇന്റൻഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, നല്ല നല്ല ഇന്റൻഷൻസ് വെക്കാൻ നമുക്കൊക്കെ അറിയാം അല്ലേ? എങ്ങനെ ഞാൻ നല്ലൊരു ടീച്ചറാണ്, എനിക്ക് കുട്ടികളെ ഒരുപാട് പഠിപ്പിക്കണം, കുട്ടികൾക്ക് നല്ല നല്ല അറിവുകൾ കൊടുക്കണം എന്നുള്ള ഇന്റൻഷൻസ് ഒക്കെ നമ്മൾ വെക്കാറുണ്ട്. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്, എനിക്ക് ഒരുപാട് വേദനകൾ, മാനസികമായിട്ട് വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നല്ല അറിവുകൾ അല്ലെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിമുട്ടുകളെല്ലാം അവർക്ക് മാറ്റിക്കൊടുക്കാൻ എനിക്ക് പറ്റണം എന്നൊക്കെയുള്ള നല്ല നല്ല ഇന്റൻഷൻസ് ഒക്കെ നമ്മൾ വെക്കാറുണ്ട്. ഓക്കെ, അതിലും മോശം ഇന്റൻഷൻസ് വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഉദ്ദേശങ്ങൾ ശരിയല്ലാത്ത രീതിയിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഒരു മോഷണം ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു കള്ളന്, അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ആ ഒരു പൈസ അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. അത്തരം ഉദ്ദേശങ്ങള് സാധാരണ രീതിയിൽ ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. അതേപോലെ അവിടെ നല്ല ഉദ്ദേശങ്ങളാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ചില ഉദ്ദേശങ്ങൾക്കൊക്കെ ഉദ്ദേശങ്ങൾക്ക് അപ്പുറത്തൊരു ഉദ്ദേശങ്ങളും ഉണ്ടാവും. അതായത് ഇന്റൻഷൻ ബിഹൈൻഡ് ദ ഇന്റൻഷൻ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റൻഷൻസ് എന്ന് മാത്രമല്ല, ഇന്റൻഷൻസ് ബിഹൈൻഡ് ദ ഇന്റൻഷൻ. അപ്പൊ അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഒരുപാട് കഥകൾ, ഒന്ന് രണ്ട് സ്റ്റോറികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ ഒന്നും കൂടെ നമുക്ക് മനസ്സിലാവും. യഥാർത്ഥത്തിൽ നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം നല്ലതാണ്. നല്ലതല്ലാത്ത ഉദ്ദേശങ്ങളിൽ ആൾക്കാർ ഇല്ല എന്നല്ല. എന്നാലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഒക്കെ ഉദ്ദേശങ്ങൾ നല്ലതായതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ സമയമൊക്കെ മാറ്റിവെച്ച് പഠിക്കാം എന്ന് കരുതി നമ്മളൊക്കെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക് നമുക്ക് കിട്ടും, ആളുകളിലേക്ക് കൊടുക്കാൻ പറ്റുന്ന, എനിക്ക് മാറാൻ പറ്റുന്ന എന്തൊക്കെയോ നമുക്ക് കിട്ടാനുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി വന്നിരിക്കുന്നവർ തന്നെ ആയിരിക്കും കൂടുതൽ. പക്ഷെ നമ്മളും മനസ്സിലാക്കാത്ത, നമ്മളും അറിയാത്ത, നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലും അൺകോൺഷ്യസ് മൈൻഡിലും ഒക്കെ കിടപ്പുണ്ട്. അപ്പോ അതിൽ നിന്ന് നമ്മളിലേക്ക് ഈ ഇന്റൻഷനിലേക്ക് എങ്ങനെയാണ് കണക്ഷൻ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലാരിറ്റി തന്നെ കേൾക്കണം, ക്ലാരിറ്റി തന്നെ ഇരിക്കണം. മാക്സിമം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് പറയുമ്പോൾ വരച്ച് എഴുതി കാണിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുമ്പോൾ മാത്രമാണ് അത് കൃത്യമായിട്ട് നിങ്ങൾക്കും കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു മൈൻഡിൽ തന്നെ ഇരിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കേസ് എടുക്കാം. അതായത് നമ്മൾ ചില കേസിലൊക്കെ ഐ ആം എ ഗുഡ് ടീച്ചർ എന്നൊക്കെ ഐ ആം ദ ബെസ്റ്റ് എന്നൊക്കെ നമ്മൾ ചില സമയത്ത് പറയാറുണ്ട്. ഐ എം എ ഗുഡ് ടീച്ചർ, ഐ എം എ ഗുഡ് ഡോക്ടർ, ഐ എം എ ഗുഡ് ഹ്യൂമൻ. ഞാൻ നല്ലൊരു മനുഷ്യനാണ്, ഞാൻ നല്ലൊരു ഡോക്ടറാണ്, ഞാൻ നല്ലൊരു ടീച്ചറാണ് എന്ന് ഒരു ടീച്ചർ പറഞ്ഞുകൊണ്ടേയിരിക്കാണ്. ഞാൻ നല്ലൊരു ടീച്ചറാണ്, ഞാൻ നല്ലൊരു ടീച്ചറാണ്. ആ നല്ലൊരു ടീച്ചറുടെ ഉദ്ദേശത്തിൽ വരുന്ന സാധാരണഗതിയിൽ മാക്സിമം നന്നായിട്ട് പഠിപ്പിക്കുക, കുട്ടികൾക്ക് നല്ല മാർക്ക് മേടിച്ചു കൊടുക്കുക, അവരെ നന്നായിട്ട് ഉയർത്തുക. ഏതൊരു ടീച്ചറിന്റെയും സാമാന്യ ബോധ്യത്തിൽ നിന്നുണ്ടാവുന്ന ഒരു ഉദ്ദേശമാണത്. ഏതൊരു ഡോക്ടറിന്റെയും ഉദ്ദേശത്തിൽ രോഗികളുടെ രോഗം മാറണം തന്നെയാണ്. ഏതൊരു സൈക്കോളജിസ്റ്റിന്റെ ഉദ്ദേശത്തിലും വരുന്ന ആളുടെ പ്രശ്നം മാറണം തന്നെയാണ്. ഇതൊരിക്കലും മാറരുത് എന്ന് വിചാരിക്കുന്ന ഒരു ഡോക്ടറും ചികിത്സിക്കുന്നില്ല. ഓക്കെ, കാരണം കൂടുതൽ പൈസ ചെലവാക്കിയിട്ടാണെങ്കിലും അത് ചികിത്സിച്ച് മാറ്റണം എന്നുള്ളത് തന്നെയാണ് ഡോക്ടറുടെ ഉദ്ദേശത്തിലുള്ളത്. അപ്പോ എവിടെയാണ് നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ഉദ്ദേശങ്ങളിലെ പിഴവുകൾ വരുന്നത്? ഒരു കാറ് വാങ്ങാൻ നേരത്ത്, ഞാനൊരു കാറ് വാങ്ങാണ്, എൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ട്, കാർ എനിക്ക് വേണം. അപ്പോ കാറ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാങ്ങുന്നത്? ഒരു കാറ് വേണം, കയ്യിൽ പൈസ ഉണ്ട്, ഒരു നല്ല കംഫർട്ട് ചെയ്തിട്ടെങ്കിൽ ഒരു കാറ് മേടിക്കണം, കംഫർട്ട് ചെയ്ത് ഡ്രൈവ് ചെയ്യണം, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഒരു BMW കാർ തന്നെ എനിക്ക് വേണം. സോ ആ ആഗ്രഹത്തിനും ആ ഇന്റൻഷനും യാതൊരു പ്രശ്നമല്ല. ഓക്കെ, പിന്നെ പിന്നെ നമ്മളൊരു ഈ രണ്ടാമത് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ, ഇന്റൻഷൻ ബിഹൈൻഡ് ദ ഇന്റൻഷൻ. അതായത് കാരണത്തിനും അപ്പുറത്തുള്ള ഒരു കാരണം. എന്താണ് കാരണത്തിന് അപ്പുറത്തുള്ള ഒരു കാരണം? അതായത് ആ ഒരു കാറ് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ബിസിനസ് ഒക്കെ ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ടാവാം. അങ്ങനെ വിജയിച്ചു വന്നപ്പോ ആരൊക്കെയോ കുറച്ച് മുമ്പ്, അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ്, അല്ലെങ്കിൽ 5 വർഷം മുമ്പ് നിന്നെ കൊണ്ടൊന്നും ഇത് പറ്റുന്നതല്ല, നീ ഒന്നും ഇത് ചെയ്തിട്ടൊരു കാര്യമല്ല, കച്ചവടം ചെയ്തിട്ടൊന്നും ഒരു നഷ്ടം വരുത്താൻ എന്നുള്ള രീതിയിലല്ലാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ പാരന്റ്സ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക,
പൈസ ഒന്നും തരൂല, ഉള്ള പൈസ മൊത്തം നീ നഷ്ടപ്പെടുത്തി, ഇനി നീ എന്താ വെച്ചാൽ കാണിച്ചു എന്ന് പറഞ്ഞ് ചില പാരന്റ്സിനോട് പക വീട്ടാനായിരിക്കും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ബിസിനസ്സിലൊക്കെ നമുക്ക് ഒരു ക്വാളിറ്റി വന്ന് തുടങ്ങിയപ്പോൾ നമ്മുടെ ആ ഒരു സ്പേസ് കംപ്ലീറ്റ്ലി പകയിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ആരുടെയൊക്കെ ഒരു വെഞ്ചൻസ്, വെറുപ്പ്, പക എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നാണ് ആ ഒരു സ്വഭാവം വന്നിട്ടുള്ളത്. എങ്ങനെയെങ്കിലും ഞാൻ ഇത് വിജയിപ്പിക്കും, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എവിടെ എത്തിച്ചിട്ടാണെങ്കിലും ഞാൻ ഇത് എത്തിക്കും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അവിടെ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, മാർഗം പ്രശ്നമില്ല, ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയും. പക്ഷേ ഇന്റൻഷൻ ബിഹൈൻഡ് ദ ഇന്റൻഷനിൽ മാർഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലക്ഷ്യം മാത്രമല്ല നമുക്ക് പ്രധാനം, മാർഗം കൂടെ ഇമ്പോർട്ടന്റ്. അപ്പൊ മാർഗം ഇമ്പോർട്ടന്റ് ആവണമെങ്കിൽ ഇന്റൻഷൻ വളരെ ക്ലിയർ ആയിരിക്കണം, വളരെ പ്യുവർ ആയിരിക്കണം. കാരണം ആ രീതിയിൽ എവിടേക്കോ അയാളുടെ പകയിൽ നിന്നാണ് ആ ഒരു ഇന്റൻഷൻ അയാൾക്ക് ക്രിയേറ്റ് ആയതെങ്കിൽ പിന്നീട് മെല്ലെ മെല്ലെ ബിസിനസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്തോറും ഒക്കെ അയാൾക്ക് ഉള്ളിൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് നല്ല രീതിയിലാവണം, നല്ല 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 ഇന്റൻഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ആ ബിസിനസ്സിനെ തുടങ്ങിയത് അയാൾ ഒരു പകയുടെ പേരിലാണ്. ആ പകയിൽ നിന്ന് പിന്നീട് അയാൾ ഉണ്ടാക്കുന്നതെല്ലാം പിന്നെന്താണ്, അതിന്റെ ഒരു കണക്ഷൻ വരും. അങ്ങനെ ആ കാർ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇന്റൻഷൻ നമുക്ക് ഈ കാറ് വേണമെന്നും നല്ല കയ്യിൽ കാശൊക്കെ ഉണ്ട്, നല്ല രീതിയിലൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ പോലും എവിടേക്കോ എന്നെ ബുദ്ധിമുട്ടിച്ചവര്, എന്നെ റിജക്ട് ചെയ്തവരൊക്കെ എനിക്ക് അവരുടെ മുമ്പിലൊക്കെ ഒന്ന് കാണിക്കണം. എനിക്കും ഇതിനൊക്കെ പറ്റും, എന്റെ കയ്യിലും പൈസ ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് കാണിക്കണം. അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഉള്ളില് ഒരു കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ഓക്കെ, കോൺഷ്യസ് മൈൻഡ് ചിലപ്പോൾ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് നാളെ അങ്ങനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല നമ്മൾ. കാരണം അതൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഒരു 10 വർഷം മുമ്പ് നടന്ന സ്റ്റോറീസ് ആയിരിക്കും അത്. പക്ഷെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് അതിനെങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ഇതിനെ കൊണ്ടുവന്ന് എത്തിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് നമ്മളെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എനിക്ക് കാർ മേടിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു വെഞ്ചൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആരൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാർ എടുക്കുന്നു എന്ന് പറയുന്ന ഇന്റൻഷൻ ബിഹൈൻഡ് ദ ഇന്റൻഷൻ അവിടെ വർക്കൗട്ട് ആയി തുടങ്ങും. അങ്ങനെ വർക്കൗട്ട് ആവുന്ന സമയത്ത് ആ കാറ് വാങ്ങുക എന്ന് പറയുമ്പോഴും നാലാള് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ രണ്ടുപേർക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച ബിസിനസ് തുടങ്ങിയിട്ട്. ചിലപ്പോൾ പാരന്റ്സ് ആയിരിക്കും നമ്മളെ നെഗറ്റീവ് ആക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കും, ആരോടൊക്കെയുള്ള വെറുപ്പോണ്ടോ ദേഷ്യത്തുകൊണ്ടോ ആയിരിക്കും നമ്മൾ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ പോലും അറിയാതെ ആ ദേഷ്യത്തെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കിടന്നിട്ട് ഇങ്ങനെ നമ്മളെ കൂട്ടി 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 കൊണ്ടുവരാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അതിനെ നർച്ചർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആ ഇന്റൻഷൻ കൊണ്ട് ഉണ്ടാവുന്നത്. അങ്ങനെ പലതരത്തിൽ ഇന്റൻഷൻസ് വന്ന് 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 യഥാർത്ഥത്തിൽ നമ്മൾ അതിന്റെ ഒരു കംപ്ലീറ്റ് പാക്ക് ആയി മാറും. ആ ഒരു പകയുടെ കംപ്ലീറ്റ് പാക്ക് ആവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാം കൂടി ഇടിച്ചിട്ട് താഴോട്ട് തന്നെ വീണു പോകുന്നത്. അപ്പോൾ ഇന്റൻഷൻ പ്യുവർ അല്ലെങ്കിൽ, ഇന്റൻഷനിലേക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നും നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യില്ല, വൃത്തിക്ക് നിൽക്കൂല. ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെരുപ്പിക്കാൻ കഴിയില്ല. ഒന്നിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഹിസ്റ്ററീസ് എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ഓരോ ആളുകൾ ഹിസ്റ്ററീസ് എടുത്തു കഴിഞ്ഞാലും ഒരുപാട് വളർച്ചയിൽ എത്തിയിട്ട് പെട്ടെന്ന് തകർച്ചയിലോട്ട് എത്തിയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ അതിൽ ഒരുപാട് ആളുകൾ കൺഫസ് ചെയ്തിട്ട് തന്നെ ഉണ്ട്, എനിക്ക് പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പല രീതിയിൽ കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു, എന്റെ ചിന്തകൾ ഇങ്ങനെയായിരുന്നു, ഞാൻ മറ്റുള്ളവർ ആലോചിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ തന്നെ അവരിങ്ങനെ കൺഫസ് ചെയ്യുന്ന പല ബുക്കുകൾ, ഓട്ടോബയോഗ്രഫിയിലൊക്കെ എഴുതിയതായിട്ട് നമുക്ക് കാണാം. കാരണം എവിടേക്കോ അവർ നല്ല ഇന്റൻഷനിലോ എന്തൊക്കെയോ ആയി തുടങ്ങി, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ പകയിലോ പരിപാടിയിലോ ഒക്കെ തുടങ്ങിയിട്ട് അതിങ്ങനെ മുന്നോട്ട് പോകും തോറും നമ്മൾ അതിനെ നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ആ പക, ആ ദേഷ്യം, ആ വെറുപ്പിനെ നമ്മളിങ്ങനെ നർച്ചർ ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിന് കൊടുക്കേണ്ട എല്ലാ ന്യൂട്രിയൻസും കൊടുത്ത് 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 വളർത്തി വളർത്തി ഒറ്റ അതിന്റെ ഉച്ചിയിലെത്തുന്ന സമയത്ത് അതിനോട്ട് താഴോട്ടങ്ങ് വീഴും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പാരന്റിങ് എന്ന കേസിൽ നമ്മൾ എടുക്കുകയാണ്. പാരന്റിങ് എന്ന് പറയുന്ന കേസിൽ, അപ്പൊ പാരന്റിങ്ങിൽ നമ്മളിപ്പോ എപ്പോഴും നമുക്ക് അറിയാലേ, നല്ല കുട്ടികളെ വളർത്തണം, എനിക്ക് കുട്ടി ഉണ്ടാവണം എന്ന് പറയുന്ന ആഗ്രഹം. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരുവിധമൊക്കെ ആളുകൾക്ക് ഒരു കുട്ടികളാണ് ജനിക്കണം, നല്ല കുട്ടികൾ വേണം, അവരിങ്ങനെയൊക്കെ ലോകത്തിലേക്ക് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണം എന്ന് പറയുന്ന ആഗ്രഹങ്ങളില്ലാത്ത ആളുകളൊന്നും ഇല്ല. അതൊക്കെ നല്ല ഇന്റൻഷൻ ആണ് ശരിക്കും. പക്ഷെ ആ ഇന്റൻഷന് പുറകെ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. കുട്ടികളിലാണ് ഇപ്പൊ ഒരു 3 കുട്ടികൾ ഉണ്ട്. ഓക്കെ, ശരിക്കും കേൾക്കണേ. 3 കുട്ടികളുണ്ട്. ഈ 3 കുട്ടികളിൽ ആദ്യത്തെ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ് നിൽക്കുക. രണ്ടാമത്തെ കുട്ടി പ്രത്യേകിച്ച് കഴിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. മൂന്നാമത്തെ ഒരാൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്പോർട്സിൽ ഭയങ്കര കഴിവുള്ള ഒരാളായിരിക്കും. അങ്ങനെ ഈ 3 പേരും വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് വീട്ടില് ഭക്ഷണം കഴിക്കുക, അങ്ങനെ എല്ലാവരും ഒത്തുകൂടുന്ന സമയത്തൊക്കെ ഈ പഠിക്കുന്ന ആളെ പറ്റിയിട്ട് ചിലപ്പോൾ പാരന്റ്സ് ഭയങ്കര പ്രൗഡ് ആയിരിക്കും. അങ്ങനെ പഠിക്കുന്ന ഇപ്പൊ എക്സാം കഴിഞ്ഞ്
പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടുകയാണ്. അപ്പൊ ആ പഠിക്കുന്ന ഒരാളെ പറ്റി നന്നായിട്ട് ഇങ്ങനെ പുകഴ്ത്തി ഭയങ്കര പ്രൗഡായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ അത് കഴിയും. മെല്ലെ മെല്ലെ സ്പോർട്സ് ഡേ ഒക്കെ വരും. അങ്ങനെ സ്പോർട്സിലും കുറച്ച് കപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ മൂന്നാമത്തെ ഒരാളെയും പ്രൗഡാക്കി സംസാരിച്ചിട്ടുണ്ട്. കാരണം ആ സ്പോർട്സിൽ ആ കുട്ടി വളരെ ഉഷാറാണ്. പക്ഷെ ഇത് രണ്ട് പ്രൗഡ് മൊമെന്റുകളും കാണുമ്പോൾ നടുവിലിരിക്കുന്ന ഒരാള്, ഇടയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എനിക്കൊരു കഴിവില്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ വന്നു തുടങ്ങും. അങ്ങനെ പ്രത്യേകിച്ച് അയാളെ കുറ്റം പറയുകയോ മോശം പറയുകയോ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ പാരന്റ്സ് മറ്റുള്ള ആളുകളെ ഇങ്ങനെ ഇങ്ങനെ പ്രൗഡ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാമതുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവില്ലല്ലോ എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ് ചെയ്ത് തുടങ്ങും. കാരണം സ്കൂളിലേക്ക് പോയി പഠനമാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനുമില്ല. സ്പോർട്സ് ആണെങ്കിൽ അതിലും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഇവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. 3 പേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി അച്ഛനും അമ്മയുണ്ട്. അങ്ങനെ മൂത്ത കുട്ടി പറയാണ് പൊരിച്ച മീന് ചെറിയ കഷ്ണം കിട്ടിയത്. അപ്പോ ഇടയിലുള്ള ഒരാൾ എന്ത് ചെയ്തു, ഈ നടുക്കഷ്ണം എന്ന് പറയുന്ന ആള് ഇയാൾ എന്ത് ചെയ്തു, ഇയാളുടെ കയ്യിലുള്ള മീന് അയാൾക്ക് കൊണ്ട് കൊടുത്തു. നീ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞു. അച്ഛൻ അത് കണ്ടപ്പോഴേക്കിനെ അച്ഛന് ഭയങ്കര സന്തോഷമായി. അച്ഛൻ പറഞ്ഞു, കുറെ പഠിപ്പുണ്ടായിട്ടും കാര്യമില്ല, ഒരുപാട് സ്പോർട്സും കാര്യങ്ങളും കപ്പ് കൊണ്ടുവന്നിട്ടും കാര്യമില്ല, നല്ലൊരു മനുഷ്യനാവണം എന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് പെട്ടെന്ന് ഒരു ഒരു അത്ഭുതമായി തോന്നി. കാരണം പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ഒരു എന്താ പറയാ അപ്രിസിയേഷൻ കിട്ടിയപ്പോൾ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ കുട്ടിയുടെ ഉള്ളില് പ്രൗഡ് ഫീൽ ചെയ്യിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മീൻ പൊരിച്ചത് കൊടുത്താൽ പ്രൗഡ് ഫീൽ ചെയ്യിക്കും. അതായത് ഞാൻ ആഗ്രഹിച്ചത് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രൗഡ് ഫീൽ കിട്ടും. മറ്റുള്ളവർ എന്നെ അറ്റൻഷൻ സീക്കിങ് എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അറിയാണ്ട് കിടന്നുകൂടി. അതായത് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരൊക്കെ എന്നെ ഇങ്ങനെ നല്ലത് പറയും ഞാൻ അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഈ കുട്ടികൾ ഇങ്ങനെ വലുതായി വന്നപ്പോൾ ഈ നടുക്കഷ്ണം എന്ന് പറയുന്ന ഈ കുട്ടി നാളെ ചിലപ്പോൾ ഒരു ഹെൽപ്പറായി മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു നാളെ ഒരു എന്താ പറയാ ആളുകളെ സഹായിക്കാനായിട്ട് നമ്മൾ ബാലേട്ടൻ സിനിമയിൽ മോഹൻലാലിനൊക്കെ പോലെ ആളുകളെ സഹായിക്കാൻ വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായി മാറും. അങ്ങനെ ആളുകളെ സഹായിക്കുന്ന സമയത്തും എന്താണോ എന്റെ കയ്യിലുള്ളത് കംപ്ലീറ്റ് കൊടുക്കാൻ അവർ തയ്യാറായിരിക്കും. കാരണം മറ്റുള്ളവർ ഹാപ്പി ആവട്ടെ എന്ന് മാത്രമേ, എന്റെ സന്തോഷം എനിക്ക് വലുതല്ല, മറ്റുള്ളവർ സന്തോഷിക്കട്ടെ എന്ന് പറയുമ്പോഴും അവരെ ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്യുവർ ആണ്. ബട്ട് ആ ഇന്റൻഷൻ ബിഹൈൻഡ് ദി ഇന്റൻഷനിലോട്ട് പോകുമ്പോൾ എവിടുന്നത് തുടങ്ങിയത്? ആ മീൻ പൊരിച്ചത് കൊടുത്തപ്പോ കുട്ടിക്ക് കിട്ടിയ അപ്രിസിയേഷൻ എവിടുന്നാണ്? ആ പ്രൗഡ് കിട്ടണം. എന്നെ ഒരാൾ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പൊ ആ അറ്റൻഷൻ സീക്കിങ്ങിൽ നിന്നാണ്, ഒരു പരിഗണന വേണം എന്നുള്ള തോട്ടിൽ നിന്നാണ് ആ കുട്ടി പിന്നെ ഹെൽപ്പറായി മാറുന്നത്. അപ്പൊ ഞാൻ ഒരു ഡോക്ടറായിട്ട് മാറുമ്പോ എന്നെങ്കിലും ചില ആളുകൾ പറയും, എനിക്ക് പൈസ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. പൈസ എന്ന് പറയുന്ന സംഭവം നമ്മൾ ആഗ്രഹിക്കുന്നൊന്നല്ല. ഇപ്പൊ ബിസിനസ് തുടങ്ങുന്ന ആളുകളുണ്ട്, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പുതിയ പ്രൊഫഷനിൽ ഇരിക്കുന്ന ഒരാളായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, അവർ പറയാണ് ഞാൻ ഭയങ്കര പാഷനേറ്റ് ആണ്, പൈസ എന്ന് പറയുന്നതൊന്നും എനിക്ക് വലിയൊരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറയുന്ന കുറെ ആളുകളുണ്ട്. അതായത് ആ ഒരു ഇന്റൻഷൻ നല്ലതാ. ശരിക്ക് ഞാൻ ഡോക്ടർ ആണെങ്കിൽ ഞാൻ പൈസ എന്നുള്ളതെന്നല്ല ആലോചിക്കുന്നത്, ആളുകൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവണം, ആളുകളിലേക്ക് നമുക്ക് നല്ലൊരു സെർവ് ചെയ്യാൻ പറ്റണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിൽക്കുന്ന ഇന്റൻഷൻ വളരെ പ്യുവർ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ആ ഇന്റൻഷൻ ബിഹൈൻഡ് ദ ഇന്റൻഷനിലോട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എവിടെയാണ് ആ വൂണ്ട് പറ്റിയിട്ടുള്ളത് നോക്കണം. എവിടേക്കോ ഒരു മുറിവ് വന്നിട്ടുണ്ട് അയാൾക്ക്, എവിടേക്കോ ഒരു ദേഷ്യം വന്നിട്ടുണ്ട്, എവിടേക്കോ ആളെ പറ്റിച്ചിട്ടുണ്ട്, എവിടേക്കോ ആളെ ഒരു മണി ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇന്റൻഷൻസ് ഒക്കെ പലപ്പോഴും പല ഇന്റൻഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെയൊക്കെ അതിന്റെ പിന്നിലെ ഇന്റൻഷനിലോട്ട് നമ്മളൊന്ന് ഇറങ്ങി തിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്താ സംഭവിച്ചത് മനസ്സിലാവുള്ളൂ. ചില ആളുകളൊക്കെ പറയാം, ഡോക്ടർ ഞാൻ നല്ല ഇന്റൻഷനില്ല ഞാൻ തുടങ്ങിയത്, പിന്നെ എന്താ ഇത് വളരാത്തത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോ വളരുന്നില്ല, ഒരു സാധനത്തെ നമുക്ക് ഉയർത്താൻ പറ്റുന്നില്ലെങ്കിൽ, അത് വളർന്ന് ഒരുപാട് പന്തലിച്ച് ഇവിടുന്ന് പെട്ടെന്ന് കൂപ്പുകുത്തി താഴോട്ട് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടേക്കോ നമ്മുടെ ഇന്റൻഷൻ പ്യുവർ ആയിട്ട് വന്നിട്ടില്ല, എവിടേക്കോ ഇന്റൻഷൻസ് തെറ്റിയിട്ടുണ്ട്, നമ്മൾ അതിനെ ഉദ്ദേശിക്കുന്ന ഉദ്ദേശത്തെ തെറ്റിയിട്ടുണ്ട്. ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ. ഒരു ജോലിയിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഉണ്ട്. എല്ലാ ജോലിയും റെസ്പോൺസിബിൾ ആണ് നമ്മൾ. പക്ഷെ ആ റെസ്പോൺസിബിലിറ്റിയുടെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, എനിക്ക് വേണ്ടിയിട്ട് എന്നൊരു കോൺസെപ്റ്റ്. ഓക്കെ, ഒരു ടീച്ചർ പറയാം ഐ ആം ദ ഗുഡ് ടീച്ചർ, ഞാൻ നല്ലൊരു ടീച്ചർ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ ടീച്ചർ ചെയ്യുന്ന പ്രഹസനങ്ങൾ ഒരുപാടുണ്ട്. സിലബസ് വേണമെങ്കിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം അല്ലെ. ക്ലാസ്സിൽ ഭയങ്കര സെമിനാർ പോലെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ പറഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ വലിയ രീതിയിൽ ക്ലാസ് എടുക്കാൻ ടീച്ചർക്ക് പറ്റും.
10ാം ക്ലാസ് കുട്ടികൾക്ക് PhD കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലെ? നല്ലൊരു സ്പീച്ച് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്, നല്ല സ്പീക്കർ ആണെങ്കിൽ ആ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഐ എം എ ഗുഡ് ടീച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെ ആവാം? കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ച് ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ സംബന്ധിച്ചിടത്തോളം ടീച്ചറെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഭയങ്കര പ്രൗഡ് ഫീൽ ആണ് അത്. അപ്പൊ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ എ ഗുഡ് ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു ഇന്റൻഷൻ എന്താവണം എന്നറിയോ? പ്യുവർ ആയിരിക്കണം. ഇന്റൻഷൻ ബിഹൈൻഡ് ദ ഇന്റൻഷൻ. ഞാൻ നല്ലൊരു ടീച്ചറാണെന്ന് പറയുന്ന നല്ല ഇന്റൻഷനാണ്. കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറയുന്ന എന്റെ നല്ല ഇന്റൻഷനാണ്. പക്ഷെ എവിടേക്കോ ആരോടൊക്കെയോ പക എനിക്കുണ്ട്. ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പാരന്റ്സ് ആയിരിക്കും, ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ നാട്ടുകാരായിരിക്കും, ചിലപ്പോൾ ആരെയും രണ്ടുപേരൊക്കെ കാണുള്ളൂ, അല്ലെ? ഞാൻ ആ രണ്ടുപേരൊന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയായിരിക്കും. മെല്ലെ മെല്ലെ പിന്നെ അത് സമൂഹത്തിനോടുള്ള വെറുപ്പായി മാറും, പിന്നെ ലോകത്തിനോട് വെറുപ്പും, പിന്നെ കാണുന്നവരോടൊക്കെ വെറുപ്പായിരിക്കും. ഓക്കെ. അപ്പൊ ഈ വെറുപ്പിൽ നിന്ന് മറ്റുള്ളവരെ കാണിക്കണം, മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് ഭയങ്കര പരിഗണന കിട്ടിയിരിക്കണം, മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ ലഭിക്കാനുണ്ട്, ഒരു റിട്ടേൺസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പൊതുവേ നമ്മൾ എന്താണ്, നമ്മൾ ഇന്റൻഷൻ, നമ്മൾ പോലും അറിയാത്തൊരു ഇന്റൻഷനിൽ പെടുന്ന ഒരു കാര്യമാണ്. അപ്രിസിയേഷൻ നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഞാൻ ഒരാളെ സഹായിച്ചു, എന്നോടൊന്ന് താങ്ക്സ് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ആഗ്രഹിച്ചിരിക്കുക, എന്നെ ഒന്ന് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ, എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ടല്ലോ. വാലിഡേഷൻ സീക്കിങ്, മറ്റുള്ളവരെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്റെ സമയത്തെ ഞാൻ കളഞ്ഞുകൊണ്ടിരിക്കുക. സോ അവിടെ ഇന്റൻഷൻ എവിടെയോ ഒരു പാളിച്ച് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോ ഇങ്ങനെ ആലോചിക്കും, നമ്മളിപ്പോ ഒരാളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ അത് നല്ലതല്ലേ? അപ്പൊ പ്രതീക്ഷിക്കുക എന്ന് പറയുമ്പോ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാലിഡേഷൻ സീക്കിംഗ് ആണ്. ഒരു പ്രതീക്ഷകൾ എന്ന് പറയുമ്പോ തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? മറ്റുള്ളവരിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയപ്പോ ഹസ്ബൻഡ് എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ. അപ്പൊ ഈ ഭക്ഷണം ഞാൻ ഹസ്ബൻഡിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയത്, എനിക്ക് വേണ്ടിയല്ല. അപ്പൊ നേരത്തെ നമ്മൾ പറയും മറ്റുള്ളവർക്ക് നമ്മൾ എന്തോ കൊടുത്തോട്ടെ, കുഴപ്പമില്ല, ചാരിറ്റി ഈസ് ഗുഡ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം നല്ലതാണ്, സെർവ് ചെയ്യാം നല്ലതാണ്. ബട്ട് ആദ്യം സെർവ് മൈസെൽഫ്. എന്നെ ആദ്യം സെർവ് ചെയ്യണം, എന്നിലേക്ക് ഞാൻ സെർവ് ചെയ്യണം, എന്നിലേക്ക് ഞാൻ ആദ്യം കൊടുക്കണം. അപ്പൊ എന്നിലേക്ക് ഞാൻ കൊടുത്തിട്ടായിരിക്കണം മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കേണ്ടത്. അപ്പൊ അതിന് ശരിക്കും ഈ ഇന്റൻഷൻ എന്ന് പറയുന്ന പവർ ഓഫ് ഇന്റൻഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു കോട്ട് ഉണ്ട്. ഹാവ് എ മൈൻഡ് ദാറ്റ് ഈസ് ഓപ്പൺ ടു എവറിത്തിങ് ആൻഡ് അറ്റാച്ച്ഡ് ടു നത്തിങ്. ഹാവ് എ മൈൻഡ് ദാറ്റ് ഈസ് ഓപ്പൺ ടു എവറിത്തിങ് ആൻഡ് അറ്റാച്ച്ഡ് ടു നത്തിങ്. നമ്മൾ എപ്പോഴും പറയുന്ന, എന്റെ ക്ലാസ്സിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുകളാണത്. നമ്മൾ എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഓപ്പൺ ആയിരിക്കണം, പക്ഷെ ഒന്നിനും നമ്മൾ എന്ത് ചെയ്ത് അമിതമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ കൊടുക്കാൻ പാടില്ല. ഈ ലോകത്ത് എന്ത് കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം, എന്ത് കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം, എന്തിനോടും നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കണം. നമ്മുടെ ഓപ്പൺ ഡോർസ് ആണ് നമ്മളത്. ബട്ട് നമ്മൾ ഒന്നിനോടും അറ്റാച്ച്ഡ് ആയി കിടക്കാൻ പാടില്ല, നമ്മൾ ഒന്നിനോടും പിൻ ചെയ്തിരിക്കാൻ പാടില്ല. ഓക്കെ. അപ്പൊ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പിൻ ചെയ്തിരിക്കുന്ന സമയത്ത് റെസ്പോൺസിബിലിറ്റി മാത്രമേ ഇടയ്ക്ക് കയറി വരുള്ളൂ, എക്സ്പെക്ടേഷൻസ് മാത്രമേ കയറി വരുള്ളൂ. അപ്പൊ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇന്റൻഷൻ മാറിപ്പോ. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇന്റൻഷൻ എന്താണെന്നറിയോ? അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. അയാൾക്ക് വേണ്ടി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നല്ല ഇന്റൻഷൻ നമുക്ക് തോന്നിപ്പോവെങ്കിലും ആ ആ അയാളുണ്ടല്ലോ, ആ അയാൾ ചിലപ്പോൾ കയറി വരുമ്പോൾ ചില ഭക്ഷണം കഴിച്ചിട്ടേക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ കഴിച്ചില്ലെങ്കിലോ നമുക്ക് സങ്കടം വരും, കാരണം അയാൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്, അതാണ് തെറ്റിപ്പോയത്. അയാൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതിന് പകരം ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കുക. ഭക്ഷണം എനിക്ക് തിന്നാനുള്ള ഒരു സാധനമായിട്ട് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മറ്റുള്ളവരും കഴിക്കും. ആ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടോ? മറ്റുള്ളവർക്കും സന്തോഷം ഉണ്ടാവും. അപ്പൊ മറ്റുള്ള ഒരാൾ കഴിക്കോ കഴിച്ചില്ലേ, ഇതിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്കിപ്പോ ഒരു പേഴ്സണലി ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് വൈഫ് സിസ്റ്റത്തിലൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനെ ക്ലാരിറ്റി കൊടുത്ത് അതിനെ ക്ലിയർ ചെയ്യണം എന്നുള്ളത് അറിയാൻ മേലായിട്ടല്ല ഇങ്ങനെ പറയുന്നത്. ബട്ട് നമ്മൾ സെൽഫിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇന്റൻഷൻ പ്യൂർ അല്ല. എങ്ങനെങ്കിലും ഈ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെക്കണം, എങ്ങനെങ്കിലും പാത്രങ്ങൾ കഴുകി വെക്കണം, എങ്ങനെങ്കിലും പുറത്തു പോയി ജോലി ചെയ്യണം, എങ്ങനെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരണം, എങ്ങനെങ്കിലും ഈ ലോൺ അടച്ചു തീർക്കണം. എല്ലാത്തിനോടും നമുക്ക് സഫറിങ് ആണ്, സഹനമാണ്, സഹിക്കലാണ്. അപ്പൊ ആ സഹിക്കുക എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്റൻഷൻ പ്യുവർ അല്ല. നമ്മൾ എന്തിനോടൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടാണ്, എന്തിനൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എവിടേക്കോ നമ്മുടെ ഉള്ളിലെ മുറിവുകൾ ഉണങ്ങാണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പുറമെയാണ് നമ്മൾ ഈ കിടക്കുന്ന എല്ലാ ഇന്റൻഷൻസും കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇന്റൻഷൻസ് പ്യുവർ ആവണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളിലേക്ക് തന്നെ നമുക്കൊന്ന് നോക്കാൻ പറ്റണം. അതിൽ രണ്ടാമത്തത് ഈ പവർ ഓഫ് ഇന്റൻഷൻ എന്ന് പറയുന്ന ബുക്കിൽ തന്നെ പറയുന്ന വേറൊരു കാര്യമാണ്, നോ വൺ നോസ്
അതർ ദാൻ അസ്. മറ്റുള്ളവർക്ക് നമ്മളെ അറിയാൻ പറ്റില്ല, നമുക്ക് മാത്രമേ നമ്മൾ അറിയാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളിലേക്ക് നമ്മൾ എത്ര പേര് നോക്കിയിട്ടുണ്ട്? നമ്മളെല്ലാരും പറയാണ്ട് എനിക്കിപ്പോ എന്നെ മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും ഇപ്പൊ എന്നെ അറിയാൻ കഴിയില്ല. എനിക്ക് എന്നെ അറിയാം എന്ന് ഞാൻ പറയുമ്പോഴും ഇത്രത്തോളം ഡീപ്പായിട്ട് നമ്മൾ അറിയാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഓരോ ഇന്റൻഷൻസും പ്യൂർ ആണോ എന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഇന്റൻഷൻ, ബിഹൈൻഡ് ദ ഇന്റൻഷൻ, ഓരോ കാരണത്തിനും പുറകിലുള്ള ഒരു കാരണത്തെ നമ്മൾ അന്വേഷിക്കാറുണ്ടോ? അല്ലെ, ഞാൻ നല്ലൊരു ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ എന്ന് പറയുന്ന പേരിനെ ഞാൻ അറ്റൻഷൻ സീക്കിങ് ചെയ്യുന്നുണ്ടോ? ഞാൻ നല്ലൊരു ഡോക്ടറാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ? അപ്പൊ വാലിഡേഷൻ സീക്കിങ് ചെയ്യണം. അപ്പൊ ഞാനത് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ആരൊക്കെയോ എന്നെ നല്ല ഡോക്ടറാണെന്ന് പറയിക്കാൻ വേണ്ടി ഞാൻ ഫീഡ്ബാക്ക് ചോദിക്കുന്ന സമയത്ത് അടിപൊളി ക്ലാസ് ആണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണോ? സോ എന്റെ ഇന്റൻഷൻ എവിടേക്കോ പാളി പോകുന്നത്. കാരണം വാലിഡേഷൻ സീക്കിംഗ് എന്ന് പറയുന്ന സമയത്ത്, അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മറ്റെന്തൊക്കെയോ ആണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞാൻ എടുക്കുന്ന ക്ലാസ്സിന് ഇത്രത്തോളം പ്യുവർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നതിലല്ല എന്റെ ശ്രദ്ധ ഉള്ളത്. എന്റെ ശ്രദ്ധ അതിലല്ല ഉള്ളത്. എന്റെ ശ്രദ്ധ എന്തിനാണുള്ളത്? മറ്റുള്ളവർ എന്നെ എങ്ങനെയായിരിക്കും ഇത് കാണുന്നുണ്ടാവുക? ഈ ക്ലാസ് ഒക്കെ കേൾക്കുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ എന്നെ പറ്റി എന്തായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക? ഇതാണ് എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ എന്തൊക്കെയാണോ പറയാൻ ഉദ്ദേശിച്ചത് അതൊന്നും വൃത്തിക്ക് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ മറ്റുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു മൈൻഡ് എപ്പോഴും വരും. എന്ത് മൈൻഡ് ആദ്യം വരിക അറിയോ? ആദ്യത്തെ മൈൻഡാണ് കമ്പാരിസൺ. അപ്പൊ ഇന്റൻഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്നാ എല്ലാം തുടങ്ങുന്നത്. ഇന്റൻഷൻ എന്ന് പറയുന്ന സ്പേസ് എന്ന് എന്ത് നമ്മൾ ലൈഫേ തുടങ്ങുന്ന ഇന്റൻഷനാണ്. നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു അമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നതെങ്കിൽ ആ നല്ലൊരു ഉദ്ദേശം കുഞ്ഞിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇൻബിൽട്ട് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻബിൽട്ട് ആയി ജനറേറ്റ് ചെയ്ത കുഞ്ഞ് ജനിച്ച് വളരുന്നോറും ആ കുഞ്ഞിന്റെ ജീവിതം ആ ഇന്റൻഷന്റെ പുറകിലൂടെ തന്നെ ആയിരിക്കും. ആ കുഞ്ഞിന് എപ്പോഴും ആ ഇന്റൻഷൻ ബിഹൈൻഡ് ദ ഇന്റൻഷൻ പ്യുവർ ആയിരിക്കും. അതാണ് പാരന്റിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ തന്നെ ഇന്റൻഷന്റെ വാല്യൂസ് ഞാൻ പറയുന്നത്. കാരണം എത്രത്തോളം നമുക്കിപ്പോ ഒരു നേരത്തെ ഞാൻ പറഞ്ഞു, ആ കുട്ടി ഒരു നടുവില് 3 കുട്ടികളുണ്ട്. ആ ഒരു രണ്ടാമത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി മീൻ പൊരിച്ചത് മറ്റൊരാൾക്ക് കൊടുത്തു. അതായത് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ആ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം മറ്റൊരാൾക്ക് കൊടുത്തപ്പോ എന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. അതുവരെ എനിക്ക് പ്രോത്സാഹനം ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാണ്ടായപ്പോ അത് കിട്ടിയപ്പോ സത്യത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? നമ്മൾ ആ പ്രോത്സാഹിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക? കുട്ടി നല്ല ദാനശീലമുള്ള ഒരാളായിരിക്കും. കുട്ടി നല്ല ദാനശീലമുള്ള ഒരാൾ തന്നെ ആയിരിക്കും പിന്നെ. പക്ഷെ ആ കുട്ടി ദാനം ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലല്ല, എനിക്ക് ഒരുപാട് പ്രൗഡ് ഫീൽ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെ പ്രൗഡ് ഫീൽ കിട്ടണം എന്ന് ആഗ്രഹിച്ച് ഞാൻ എന്ത് ചെയ്താലും ആ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഫൗണ്ടേഷനിൽ വരുന്ന മുറിവ് കാരണം എനിക്ക് എന്താ സംഭവിക്കാന്നറിയോ? നമ്മൾ ഈ പറയുന്ന ബാലേട്ടനിലെ മോഹൻലാലിനെ പോലെ ആയി മാറും. അവസാനം ഒരു ഗതിയും ഇല്ലാത്ത ഒരാളായിട്ട് ഞാൻ മാറി തുടങ്ങും. കാരണം എന്റെ ഉള്ളിലുള്ള എല്ലാം ഞാൻ കൊടുത്ത് തീർക്കുകയാണ്. എനിക്ക് വേണ്ടി ഞാനൊന്നും റിസർവ് ചെയ്ത് വെക്കുന്നില്ല. എനിക്ക് വേണ്ടി ഞാനൊന്നും മാറ്റി വെക്കുന്നില്ല. കാരണം എനിക്ക് എന്നെ പറ്റി ഞാൻ ആലോചിക്കുന്നില്ലല്ലോ. എന്നെ പറ്റി ഒന്നും ആലോചിക്കാണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് സംഭവിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലേ, നമ്മൾ സെൽഫ് ലവിനെ ഹേർട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റൂല. അതാണ് വേറൊരു യു കാൺ ഗീവ് എവേ വാട്ട് യു ഡോണ്ട് ഹാവ്. നമുക്ക് വേറൊരാൾക്ക് ഒരു സാധനം കൊടുക്കാൻ പറ്റൂല നമ്മുടെ കയ്യിൽ ഇല്ലാത്തത്. നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വീട്ടിൽ കിണറിൽ വെള്ളം ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വീട്ടിൽ കിണറിൽ വെള്ളം ഇല്ലെങ്കിൽ മറ്റൊരാളെ കിണറിലെ വെള്ളത്തെ നമ്മൾ ആഗ്രഹിച്ചേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ കിണറിൽ നമ്മുടെ കയ്യിൽ ഒരു സാധനം ഇല്ലേ, മറ്റൊരാൾ സഹായത്തിന് വന്നാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരാൾക്ക് സ്നേഹം വേണം എന്നുണ്ടെങ്കിൽ, ഞാൻ സ്നേഹിക്കണമെങ്കിൽ ആദ്യം ഞാൻ എന്നെ സ്നേഹിക്കണം. എന്റെ ഉള്ളിലെ ഹൃദയത്തിലെ സ്നേഹത്തെ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റണം. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് സ്നേഹിക്കണമെങ്കിൽ തന്നെ ആ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ തന്നെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്റൻഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇന്റൻഷൻ ഉണ്ട്. ഞാൻ നാളെ നല്ലൊരു ബിസിനസ് മാൻ ആവാൻ പോവാണ്. ആളുകളെ വേദനകളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ വേദനകൾക്ക് അനുസരിച്ച് ഞാൻ ഒരു സാധനം ഞാൻ ക്രിയേറ്റ് ചെയ്യും, ആളുകൾക്ക് നല്ല ഹാപ്പിനെസ് കൊടുക്കും എന്നൊക്കെ ഭയങ്കര ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ഇന്റൻഷനാണ്. ബിഹൈൻഡ് ദി ഇന്റൻഷൻ പ്യുവർ ആണ്. അങ്ങനെ ആ ബിഹൈൻഡ് ദി ഇന്റൻഷൻ പ്യുവർ ആവുന്നതോടെ ഇയാളുടെ ലൈഫ് ഇങ്ങനെ നല്ല എക്സ്പാൻഡ് ചെയ്ത് നല്ല അടിപൊളി ലൈഫായിട്ട് ഇങ്ങനെ മാറിപ്പോകും. അങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഉണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്,
ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് അഹങ്കാരം വരും എന്ന് പറയാറുണ്ട്. അപ്പോ എവിടൊക്കെയോ അയാള് ആഗ്രഹിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ആഗ്രഹിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇങ്ങനെ ഒരുപാട് സൗഭാഗ്യങ്ങളൊക്കെ വന്ന സമയത്ത് ഒരുപാട് നമ്മൾ ചില സിനിമ നടന്മാരായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ടൈക്കൂൺസ് ആയിരിക്കാം, ഇവരൊക്കെ നല്ല രീതിയിൽ വളർന്ന് എത്തിയ ഒരു പോയിന്റ് പെട്ടെന്ന് താഴോട്ട് കുത്തനെ വീണ ആളുകളുണ്ട്. അപ്പൊ ഇവിടൊക്കെ നമ്മൾ മൈൻഡിനെ കണക്ട് ചെയ്യാറുണ്ട്. കാരണം ഇതിനൊക്കെ ഒരുപാട് പഠനങ്ങളും വരാറുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ ഒരാള് പരാജയപ്പെടുന്ന സമയത്ത് അത് വെറുതെ അങ്ങ് വിടാറൊന്നുമില്ല. അതിന് പലതരം ആർട്ടിക്കിൾസും ജേർണൽസും നമുക്ക് വായിച്ചാൽ കിട്ടും. ഇവരുടെ ഒക്കെ ഒരുപാട് ചിന്തകളിൽ ഇവര് സംസാരിച്ചവര്, ഇവര് ഒരുപാട് പുസ്തകങ്ങൾ എഴുതി വെച്ച് നോക്കിയാൽ തന്നെ അതിലെല്ലാം കോമൺ ആയിട്ട് പറയുന്ന ഒരു സംഭവം, എവിടൊക്കെയോ വെച്ചിട്ട് എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു എന്നവർ പറയാറുണ്ട്. അതായത് അഹം എന്ന് പറയുന്ന എന്റെ ഒരു സെൽഫിലോട്ട് ഞാൻ അമിതമായിട്ട് അറ്റാച്ച്ഡ് ആയി. നമ്മൾ ആദ്യം പറഞ്ഞൊരു സാധനം ഉണ്ട് അല്ലെ, ഹാവ് എ മൈൻഡ് ദാറ്റ് ഈസ് ഓപ്പൺ ടു എവറിത്തിങ്. എല്ലാത്തിനോടും ഓപ്പൺ ആയിട്ടിരിക്കുക, ബട്ട് നത്തിങ് ടു അറ്റാച്ച് ടു നത്തിങ്. ഒന്നിനോടും അറ്റാച്ച്ഡ് ആവാതിരിക്കുക. അപ്പൊ ആ ഒരു ലോ എന്നെ ബ്രേക്ക് ചെയ്ത്, ആ നിയമത്തെ ബ്രേക്ക് ചെയ്ത് നമ്മൾ. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാത്തിനോടും ഓപ്പൺ ആയിരുന്നു, ഒന്നിനോടും അറ്റാച്ച്ഡ് ആയിരുന്നില്ല. പക്ഷെ എന്തൊക്കെയോ കിട്ടിത്തുടങ്ങിയപ്പോ, ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കയ്യിലേക്ക് വന്നു തുടങ്ങിയപ്പോ മെല്ലെ 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 നമ്മുടെ ഇന്റൻഷൻ മാറി തുടങ്ങി. ഞാൻ എന്നിലേക്ക് വല്ലാതെ അറ്റാച്ച്ഡ് ആവാൻ തുടങ്ങി. അങ്ങനെ വല്ലാണ്ട് അറ്റാച്ച്ഡ് ആവുമ്പോൾ നമ്മൾ സെൽഫിഷ് ആയ ഒരു സ്വഭാവം വരും. സെൽഫിഷ് ആയ സ്വഭാവം വരുമ്പോൾ ചിലപ്പോൾ ഒരു ബിസിനസ്മാൻ ആണോ, അവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ട് ബോസ് ക്വാളിറ്റിയിലോട്ട് വരും. നമുക്ക് ലീഡർഷിപ്പും ബോസും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ബോസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ആയിരിക്കും. നമ്മൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുക. പലപ്പോഴും ചില മോട്ടിവേഷൻ സ്പീക്കിലൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ, കോമ്പറ്റീഷൻ ഉണ്ടാവണം, നമ്മൾ കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു മോട്ടിവേഷൻ കൊടുക്കും. യഥാർത്ഥത്തിൽ കോമ്പറ്റീറ്റീവ് മൈൻഡ് ആണോ നമുക്ക് വേണ്ടത്? ഒരു കോംപ്ലിമെന്ററി മൈൻഡ് നമുക്ക് വേണ്ടത്. മറ്റുള്ളവർക്ക് കോംപ്ലിമെന്റ്സ് കൊടുക്കുന്ന മൈൻഡ് നമുക്ക് വേണ്ടത്. കോമ്പറ്റീറ്റീവ് മൈൻഡ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും നമ്മളെ ഒരു സീക്കിംഗ് ആണ്. എന്തൊക്കെയോ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഒരു ബിസിനസ്സിലായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, കുട്ടികളെ കോമ്പീറ്റ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കാൻ പാടില്ല. ഒരു സ്പോർട്സിലും നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുട്ടിയെ നമ്മൾ വളർത്തുന്നത് നീ ഒരാളെക്കാളും മാർക്ക് കൂടുതൽ മേടിക്കണം എന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് കോമ്പറ്റീറ്റീവ് മൈൻഡ് വരുന്നത്. അങ്ങനെ കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് കുട്ടിയുടെ ഉള്ളിൽ ആ ഒരു സ്കൂളിൽ ചിലപ്പോൾ ഏറ്റവും പ്രധാനമായ ഒരാളായി മാറുക, ലോകത്തിലെന്നും ഒന്നാമനായി മാറാനുള്ള പണിയാണ് എടുക്കുക. നമുക്ക് പറയുമ്പോൾ അത് മോട്ടിവേഷനൊക്കെ ആയിട്ട് എടുക്കുക. പക്ഷെ അയാളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ആ ഇന്റൻഷൻ പ്യുവറേ അല്ല. ഏത് സമയത്തും അയാൾ കൂപ്പുകുത്താൻ സാധ്യതയുണ്ട്. ഏത് സമയത്തും അയാളുടെ ആ ഒരു മണ്ണ് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്നറിയോ, ഈ ഒരു ചിന്തയിൽ നിന്ന്, ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു മൈൻഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈഗോ ആണ് സുപ്പീരിയോറിറ്റി ഈഗോ എന്ന് പറയുന്നത്. കാരണം ഞാൻ എന്റെ കൂടെ ഒരാളുണ്ട്, അയാള് എങ്ങനെയെങ്കിലും ഇല്ലാതാവുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി ഈ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നുണ്ട് അല്ലേ. ഒരു ബിസിനസ് ഉണ്ട്, മറ്റൊരു ബിസിനസ് എന്റെ അതേ തോളോട് തോളായിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് വെക്കുന്നുണ്ട്. ഞാനിങ്ങനെ ആ ഒരു സെയിം സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇതേ കാര്യം അതേ ഒരു പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന വേറൊരു ടീം. ഈ ഒരു ടീം എങ്ങനെയെങ്കിലും ഇല്ലാതായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സത്യത്തില്. കാരണം കോമ്പറ്റീഷൻ വരുമ്പോൾ മറ്റുള്ളവർ ഇല്ലാതാവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ മാത്രം മതി, ഞാൻ എന്ന് പറയുന്ന ഒരു പൊസിഷനെ ഹൈ ആക്കാൻ ഞാൻ എന്തും ചെയ്യും. ഒരു തരത്തിലുള്ള നമ്മുടെ സുപ്പീരിയറിറ്റി ഈഗോ ഇടക്കിടക്ക് ഇങ്ങനെ ഡെവലപ്പ് ആയി വരും. അതുകൊണ്ടാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കളഞ്ഞിട്ട് കോംപ്ലിമെന്റ് ചെയ്യുക. കാരണം മറ്റുള്ളവരെ കോംപ്ലിമെന്റ് ചെയ്തിട്ട് നമ്മൾ നേടുക. ഒരു ബോസ് ആവുന്നതിന് പകരം ലീഡർ ആവുക. ലീഡർ എന്ന് പറയുമ്പോഴും ബോസ് എന്ന് പറയുമ്പോഴും ഡിഫറൻസ് എവിടെയൊക്കെയാണ് വരുന്നത്, ഒരുപാട് ഡിഫറൻസസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, പ്രത്യേകിച്ച് ഇന്റൻഷന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. അതായത് ഒരു അച്ഛനമ്മ പാരന്റിങ്ങിലൂടെ ഇതേപോലെ കോമ്പറ്റ് ചെയ്യാനും ഒരുപാട് എന്താ പറയാ മാർക്കുകളൊക്കെ കുറയുമ്പോഴേക്കും നന്നായിട്ട് ദേഷ്യം പിടിക്കുന്നു, ചീത്ത പറയുന്നു, നീ നാളെ നല്ലൊരു ബിസിനസ്മാൻ ആവേണ്ടതാണ്, ഇങ്ങനെ ഒരു ബിസിനസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ഒരുപാട് ഈഗോ കൊടുത്ത് വളർത്തിയ ഒരു മകൻ. ഇതേപോലെ തന്നെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനും സ്വന്തമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനും ഇന്റൻഷൻസിന്റെ ഉദ്ദേശത്തിന്റെ വാല്യൂസ് മാത്രം കൊടുത്ത് വളർത്തിയ ഒരു മകൻ. ഇവർ രണ്ടുപേരും ഒരു ബിസിനസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കോമ്പീറ്റ് ചെയ്യാൻ
എപ്പോഴും കോമ്പറ്റീഷൻ മൈൻഡ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെല്ലാം അയാളുടെ ശത്രുക്കളാണ്. മറ്റുള്ളവരെല്ലാരും അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇന്റൻഷൻ എന്താ വരുന്നത്? എനിക്ക് ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യണം, എനിക്ക് മാക്സിമം ലെവലില് വളരണം. അതായത് യൂസ് ദ പീപ്പിൾ, ആളുകളെ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് വളരണം. മനസ്സിലായില്ലേ? അതാണ് ഒരു ബോസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ആ ബോസിനുള്ളില് കോമ്പറ്റീഷനാ കിടക്കുന്നത്. എങ്ങനെങ്കിലും മറ്റുള്ളവരൊക്കെ ഇല്ലാതായിട്ട് എനിക്ക് മേലെത്താൻ പറ്റും. അപ്പൊ മറ്റുള്ളവർ ഇല്ലാതാവുക എന്ന് പറയുമ്പോഴും കൂടെയുള്ള ആളുകളിലേക്കും ആ എനർജി ട്രാൻസ്ഫർ ആവും. കാരണം ആ ബോസിന്റെ അണ്ടറിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പണിയെടുക്കുന്ന എംപ്ലോയീസിന് വരെ നരക തുല്യമായ ഒരു ജീവിതമായിരിക്കും ആ ഒരു കമ്പനിയിൽ ഉണ്ടാവുക. എങ്ങനെയെങ്കിലും ആ എംപ്ലോയീസ് ഉദ്ദേശിക്കുക എങ്ങനെയെങ്കിലും പണ്ടാറടക്കത്തൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും റിസൈൻ ചെയ്ത് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്ന കുറെ എംപ്ലോയീസ് ആയിരിക്കും അതിൽ അണ്ടറിൽ ഉണ്ടാവുക. ഒരാൾക്കും പാഷനേറ്റ് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഒരാൾക്കും സന്തോഷത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? എപ്പോഴും ടാർഗറ്റ്സും പ്രഷറും കാര്യങ്ങളും മാത്രം, ഉറക്കം പോലും മര്യാദ കൊടുക്കാതെ, സാലറി പോലും കട്ട് ചെയ്തിട്ട് ഭയങ്കര പ്രഷറിൽ മാത്രം ഒരു സ്പേസ് കൊടുക്കുന്ന, കോമ്പറ്റീഷൻ മൈൻഡുള്ള, എല്ലാരോടും ശത്രുതയുള്ള. നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ മറ്റുള്ള ബിസിനസ് ആളുകളോട് മാത്രം ശത്രുത അല്ല, കോമ്പറ്റീഷൻ മൈൻഡുള്ള ആളുകൾക്കുണ്ടല്ലോ സ്വന്തം എംപ്ലോയീസിനോട് ഒരു ശത്രുത ഉണ്ടാവും. കാരണം ആ ശത്രുതയിൽ നിന്നാണ് ഇവര് പിഴിഞ്ഞെടുക്കാൻ നോക്കുന്നത്. പക്ഷെ ലീഡർഷിപ്പ്, നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇന്റൻഷൻ മാറിയിട്ടുണ്ട്, ഓൾറെഡി ആ വാല്യൂസ് കിട്ടിയ ഒരാളാണ്. ഇയാൾക്ക് അറിയാം, ഇയാൾക്ക് നേരത്തെ യൂസ് ദ പീപ്പിൾ അല്ല, എംപവർ ദ പീപ്പിൾ ആണ്. ആളുകളെ ഗ്രോത്തിന് അവരെ എംപവർ ചെയ്തിട്ട് ഗ്രോ ഉണ്ടാക്കണം. മറ്റൊരാള് യൂസ് ചെയ്തിട്ട് ഗ്രോത്ത് ഉണ്ടാക്കണം, ഇവിടെ എംപവർ ചെയ്തിട്ട് അവരെ വളർത്തിക്കൊണ്ട് ഞാൻ വളരണം. അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. കാരണം അവിടെയാണ് ക്വാളിറ്റി വരുന്നത്. മറ്റുള്ള ഒരാളെ എനിക്ക് വളർത്താൻ പറ്റണമെങ്കിൽ ഉണ്ടല്ലോ, എന്റെ മനസ്സ് അത്രയും ഓപ്പൺ ആയിരിക്കണം, എന്റെ ഹൃദയത്തിൽ അത്രയും വിസ്ഡം ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ ഈ പറയുന്ന ലീഡർഷിപ്പ്, അപ്പൊ മറ്റുള്ളവര് എപ്പോഴും റൂമിന്റെ ഒക്കെ ഒരു കോട്ടനെ വരുന്നുണ്ട്, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നന്നാവുന്നതിലൂടെ നമ്മൾ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ മാറ്റങ്ങൾ വരുന്നത്. അത് അതേപോലെ തന്നെ ആൽക്കമിസ്റ്റ് എന്നുള്ള ബുക്കിലൊക്കെ അത് പറയുന്നുണ്ട്. നമ്മൾ ചുറ്റുമുള്ള ഒരു സറൗണ്ടിങ് മാറുന്നതനുസരിച്ച് നമുക്ക് മാറാൻ പറ്റും. അതേപോലെ തന്നെ അവര് മാറുന്നതിലൂടെ നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കാൻ പറ്റിയാൽ തന്നെ, മറ്റുള്ളവരിലേക്ക് വെളിച്ചം കൊടുക്കാൻ പറ്റിയാൽ തന്നെ നമ്മൾ വളർന്നോളും. അപ്പൊ നമ്മൾ വളർച്ച നമുക്ക് ആഗ്രഹിക്കുന്നത് നമ്മളെ ചുറ്റുമുള്ള ആളുകളും വളരണം എന്നുള്ളൊരു കോൺഷ്യസ്നസ് നമുക്ക് തുടങ്ങും. കാരണം ആ ബോസ് എന്ന് പറയുന്ന, കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് എത്തുന്ന സമയത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെങ്ങനെ തോറ്റാൽ മതി, അവരൊക്കെ സ്ട്രെങ്ത് ഉണ്ടായിട്ട് കാര്യമില്ല, അവർക്ക് ഗ്രോത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെടും. അപ്പൊ അവർക്ക് ഒന്നും ഗ്രോത്ത് ഉണ്ടാവാൻ പാടില്ല, അവർക്ക് മാക്സിമം പിഴിഞ്ഞെടുത്തിട്ട് എനിക്ക് ഗ്രോത്ത് ഉണ്ടാവണം. അപ്പം പക്ഷേ അവിടെ മറ്റൊരിടത്തോട് പോകുന്ന സമയത്തോ, അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് മാക്സിമം മറ്റുള്ളവരിലേക്ക് എന്ത് കൊടുക്കുകയാണ്? നമ്മൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് നമ്മൾ ഒരു എംപവർമെന്റ് കൊടുക്കുകയാണ്, മാക്സിമം മറ്റുള്ളവർക്ക് നമ്മൾ ഗ്രോ കൊടുക്കുകയാണ്, ഒരു എൻലൈറ്റൻ ചെയ്യുകയാണ് നമ്മൾ അവരെ. അപ്പൊ ആ ഒരു വളർച്ചയിൽ നിന്ന് ഞാൻ എന്നിലേക്ക് വളർച്ച കൊണ്ടുവരികയാണ്. ഇതാണ് പവർ ഓഫ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഇന്റൻഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെല്ലാം പ്യുവർ ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ ബിയോണ്ട് ദ സിസ്റ്റം, ബിയോണ്ട് ദ ഇന്റൻഷൻ, നമ്മൾ ആ ഒരു പാർട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത്, ആ ഒരു നോർമൽ ഇന്റൻഷനിൽ നിന്ന് ബിഹൈൻഡ് ദ ഇന്റൻഷനിലോട്ട് നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളും എവിടേക്കോ ലോക്കായി കിടക്കുന്നുണ്ട്, നമുക്കും എവിടേക്കോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളും എവിടേക്കോ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഉള്ളിലെ ആ ഒരു ചെറിയൊരു കാര്യം, എന്തെങ്കിലും ചെറിയ കാലത്ത് നമുക്കുണ്ടായ അറിവുകേടായിരിക്കാം, ആരെങ്കിലും നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിലീഫ് സിസ്റ്റംസ് ആയിരിക്കാം. ബട്ട് അതിനെ റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ തന്നെ അതിനെ ഹീൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെപ്പോഴും ഒരു കാര്യം, ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന ഒരു കേസാണത്. എപ്പോഴും വരുന്നൊരു കേസാണ്, എനിക്ക് എന്നെ കൺസിഡർ ചെയ്യുന്നില്ല, എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഈ കൺസിഡർ ചെയ്യുന്നില്ല, അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ വേണ്ടേ, ഇതൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ പറയണ്ടേ, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം ഇല്ല എന്ന് നമ്മൾ കംപ്ലൈന്റ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ഞാൻ എനിക്കും കൂടെ കൊടുക്കുന്നുണ്ടോ എന്ന് കൂടെ ആദ്യം ആലോചിക്കാം. പിന്നെ നമുക്ക് കംപ്ലൈന്റ് വരില്ല. കാരണം നമുക്കിത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾ നമുക്ക് തരാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യില്ല. തരുന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അയാൾ ഇട്ടേച്ച് പോകും. നമുക്കത് വലിയ പരാതിയായിട്ടൊന്നും വരില്ല. അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും നമ്മൾ ശ്രമിക്കും.
അല്ലെങ്കിൽ അതിനെ നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ പെട്ടെന്ന് സൊല്യൂഷൻസ് തേടും. ബട്ട് നമ്മൾ സൊല്യൂഷൻ തേടുന്ന ആളുകളല്ല കാണുന്നത്. സങ്കടങ്ങൾ പറയാൻ വേണ്ടി കൗൺസിലിങ്ങിന് വരുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആരും പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടല്ല വരുന്നത്, സമാധാനത്തിന് വേണ്ടി വരും. അപ്പൊ എവിടേക്കോ കുറച്ച് സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ച് വരുന്ന ആളുകളായിരിക്കും കൂടുതലും. വളരെ കുറച്ച് ആളുകളാണ് പരിഹരിക്കുക. കാരണം പരിഹാരത്തിന് എന്തായാലും നല്ല പണിയെടുക്കണം. അപ്പൊ പണിയെടുക്കാൻ നല്ലൊരു ശതമാനം ആളുകളും തയ്യാറല്ല. അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച്, പ്രശ്നത്തെ പറ്റിയൊക്കെ സംസാരിച്ച് ഒന്ന് മനസ്സൊന്ന് ക്ലീൻ ആക്കണം എന്നൊക്കെ വിചാരിച്ച് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ 1-2 മണിക്കൂർ സംസാരിക്കുന്നു, ചെറിയൊരു അഡ്വൈസും കൊടുക്കുമ്പോൾ ഇവര് ഭയങ്കര റിലീഫ് ആയ പോലെ ഇവർക്ക് തോന്നും. അതെ, ആ ഒരു സമാധാനമാണ് എല്ലാവർക്കും വേണ്ടത്. അതിനപ്പുറത്തോട്ട് പരിഹാരങ്ങളിലേക്ക്, സൊല്യൂഷൻസിലോട്ട് ആരും എത്തുന്നില്ല. അപ്പൊ ആ സൊല്യൂഷൻസിലോട്ട് എത്താത്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഇന്റൻഷൻ തന്നെ ക്ലിയർ അല്ല. ആ ഇന്റൻഷൻ പ്യുവർ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് എന്തോ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരിൽ നിന്ന് ഞാൻ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നത്, മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വാലിഡേഷൻ സീക്ക് ചെയ്യുന്നത്. എന്നെ വാല്യൂ ചെയ്യാൻ മറ്റുള്ളവർ വേണം, എന്നെ സ്നേഹിക്കാൻ വേറൊരാൾ വേണം, എന്നെ സംരക്ഷിക്കാൻ മറ്റൊരാൾ വേണം എന്ന് ഞാൻ എന്റെ മൈൻഡിലേക്ക് ഞാൻ തന്നെ ഇങ്ങനെ കമാൻഡ് കൊടുത്ത് ഞാൻ മറ്റുള്ളവരാൽ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുക. അപ്പൊ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. എന്റെ കംഫർട്ട് സോൺ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാവരും ചോദിക്കലുണ്ട് എന്റെ കംഫർട്ട് സോൺ, ഞാൻ എങ്ങനെ എന്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക? ആദ്യം ഇന്റൻഷനിലോട്ട് കൊണ്ടുവരണം, ആദ്യം സെൽഫ് ലവിലോട്ട് കൊണ്ടുവരണം, ആദ്യം നമ്മളിലേക്ക് ഒന്ന് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. നമ്മളിലേക്ക് ഒന്ന് മടങ്ങേണ്ട ആവശ്യമുണ്ട്. നമ്മളിലേക്ക് മടങ്ങുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് മനുഷ്യനാവുക എന്നുള്ളത്. ഒരു മനുഷ്യനാവുക. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇതായതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് കിടക്കുന്നില്ല. അപ്പോ ഇതിന്റെ ബേസിക് ആയ ഒരു കാര്യമാണ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഇന്റൻഷൻ ബിഹൈൻഡ് ദ ഇന്റൻഷൻ, ഇന്റൻഷൻസിനെ മനസ്സിലാക്കുക. നമ്മൾ എത്രത്തോളം നമുക്ക് ഇതിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ, എത്രത്തോളം ഇറങ്ങിച്ചെന്ന് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഉള്ളിലോട്ട് നമ്മൾ സെൽഫ് വാല്യൂയിങ്ങിലും സെൽഫ് വിഷ്വലൈസേഷനിലോടൊക്കെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കുറച്ചൊക്കെ നമ്മൾ ബാക്കിലോട്ടൊന്ന് ഇറങ്ങി ചെന്നാൽ മതി. കുറച്ചൊക്കെ നമ്മളെ പറ്റി എനിക്ക് എന്താ എന്നെ ഒന്ന് വിശകലനം ചെയ്യാം, ഞാനൊന്ന് ഇരുത്തിയിട്ട് ഞാനൊന്ന് അനാലിസിസ് ചെയ്യാം. അനാലിസിസ് ചെയ്യുന്ന സമയത്ത് എന്റെ പഴയ കഥകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ യഥാർത്ഥത്തിൽ അന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് എനിക്ക് കുറച്ചൊരു സുപ്പീരിയർ ഈഗോ വന്നിട്ടുള്ളത്. കാരണം ചിലപ്പോ നമ്മൾ കുട്ടികളോട്, ചില പാരന്റ്സ് ഒക്കെ പറയാറുണ്ട്, എനിക്ക് കുട്ടികളോട് ഞാൻ മാക്സിമം ഞാൻ നന്നായിട്ട് സംസാരിക്കല്, പക്ഷെ എവിടേക്കോ എനിക്കങ്ങ് ദേഷ്യം വരും. അല്ലെ, ചെറിയ കുട്ടികളാണ്, ചെറിയ കുട്ടി ജനിച്ചിട്ടേ ഉള്ളൂ. ഈ ജനിച്ച കുട്ടിയോട് എനിക്ക് എന്ത് ചെയ്യാണ് കുട്ടിയോട് ദേഷ്യപ്പെടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഒരു മനുഷ്യന് സമ്മതിച്ചില്ല കുട്ടീനോടാണ് ദേഷ്യം എന്നുള്ളത്. പക്ഷേ എവിടേക്കോ ഒരു ഇറിറ്റേഷൻ ഉണ്ട്. ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ദേഷ്യമാണ് എനിക്ക്, ഭയങ്കര ഇറിറ്റേഷൻ ആണ്. കാരണം കുഞ്ഞ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് നമ്മൾ അങ്ങ് ഇറങ്ങിയപ്പോ നമ്മൾ മനസ്സിലാക്കിയില്ല ഈ ഒരു കടലിന് ഇത്രയും ആഴം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഈ ആഴത്തെ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നത്, ഞാൻ എന്തിനാണ് ഇറങ്ങി തിരിച്ചത് ഞാനുള്ള ആ ഒരു കോൺഷ്യസ്നെസ് നമുക്ക് നഷ്ടപ്പെട്ടത് പ്രധാനപ്പെട്ട ഇന്റൻഷൻ ആയിരുന്നു. എനിക്കൊരു കുട്ടി ഉണ്ടാവണമെന്നും കുട്ടിയെ ഞാൻ നന്നായിട്ട് വളർത്തും എന്ന് പറയുന്ന ഒരു നോം ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ പുറകിൽ ഇന്റൻഷൻ ചിലപ്പോൾ സൊസൈറ്റിക്ക് വേണ്ടി കുട്ടിനെ ജനിപ്പിച്ചതാവാം, പാരന്റ്സിന്റെ പ്രഷർ കൊണ്ട് കുട്ടി ജനിച്ചതാവാം. ഇങ്ങനെ പറയുന്ന ഒരുപാട് കോൺസെപ്റ്റോട് വരും. അപ്പൊ എപ്പോഴും പറയലുണ്ട്, ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഇല്ലാതാക്കാൻ ആകെ ഒരു ഒറ്റ കാരണമേ ഉള്ളൂ, ഒറ്റ കാര്യം നമുക്ക് ചെയ്യാനുള്ളൂ, ഡിസൈഡ് ടു ഹാവ് എ ചൈൽഡ്. എനിക്കൊരു കുട്ടി ഉണ്ടാവണം എന്നുള്ള എല്ലാ ഭാഗത്തിൽ നിന്നുള്ള ഒരു അറിവായിരിക്കണം. എല്ലാ സെഗ്മെന്റും ഞാൻ പഠിച്ചിരിക്കണം. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് നാറ്റൽ എന്താണ്, പ്രീ നാറ്റൽ എന്താണ്, എന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ഒരു സൈക്കോളജി എന്തായിരിക്കും, ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ അറിവുകൾ എന്തൊക്കെയാണ്. ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കുട്ടിയെ ജനിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ആ കുട്ടിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം നമുക്ക് ഇപ്പൊ എപ്പോഴും പറയാനില്ല, എപ്പോഴും നമ്മൾ പഴയ കാര്യങ്ങൾ വെച്ചിട്ട്, പണ്ടൊക്കെ ഇതൊക്കെ ആലോചിച്ചിട്ടാണോ 10, 20, 10, 15 ആളുകൾ പ്രസവിച്ചിരുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ആ ഒരു സ്പേസിൽ തന്നെയാണോ നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് പ്രത്യേകിച്ച് മറുപടികളൊന്നുമില്ല. ഓക്കെ, അങ്ങനെ പറയുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് മറുപടികളൊന്നുമില്ല. കാരണം അവരിപ്പോഴും പാസ്റ്റിൽ തന്നെയാണ്. അവർക്ക് ഇപ്പോഴും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് ഇവരുടെ ഒരു റിയാലിറ്റിനെ മനസ്സിലാക്കാൻ ഇതുവരെ അവർക്ക് പറ്റിയിട്ടില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് അന്ന് ഒരു 10, 30 കൊല്ലം, ഒരു 50 കൊല്ലം, 100 കൊല്ലം മുമ്പത്തെ കഥ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റിയാലിറ്റിനെ മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ സിറ്റുവേഷൻസ് ഇപ്പൊ എന്താണോ അതിനനുസരിച്ച് നമ്മുടെ ഇന്റൻഷൻസും മൈൻഡ് സെറ്റിനും ഒക്കെ ഗ്രോ ചെയ്യാൻ നമ്മൾ വിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. സറൗണ്ടിങ് മാറിയാലും നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല.
അപ്പൊ നമ്മൾ മാറണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ തന്നെ കൊടുക്കേണ്ട ഒരുപാട് അറിവുകളുണ്ട്, ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, നല്ല നല്ല ഇന്റൻഷൻസ് ഉണ്ട്. അപ്പൊ അതിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ഹാവ് എ മൈൻഡ് ദാറ്റ് ഈസ് ഓപ്പൺ ടു എവറിത്തിങ് ആൻഡ് അറ്റാച്ച്ഡ് ടു നത്തിങ്. നമ്മൾ ഒന്നിലേക്കും അറ്റാച്ച്ഡ് ആവാം, എല്ലാത്തിലേക്കും ഓപ്പൺ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്, യു കാൺ ഗിവ് അവേ വാട്ട് യു ഡോണ്ട് ഹാവ്. നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം നമുക്ക് ഒറ്റയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ രണ്ട് കാര്യം വളരെ വാല്യുബിൾ ആയ ഒരു കാര്യമാണ്. കാരണം മറ്റുള്ള ഒരാൾക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ ആദ്യം ഞാൻ അതിനെ കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് ഒരാളോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എന്നോടുള്ള ദേഷ്യം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ മറ്റൊരാളെ ദേഷ്യപ്പെടുന്നത്. ഞാൻ മറ്റൊരാളോടൊക്കെ വെറുപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് തന്നെ വെറുപ്പ് കാണിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അതിനുശേഷമാണ് ഞാൻ വെറുപ്പ് മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. അതേപോലെ സ്നേഹം, ഞാൻ മറ്റൊരാളെ സ്നേഹിക്കണമെങ്കിൽ ആദ്യമേ എന്നിലെ സ്നേഹത്തെ ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. എന്നിലെ സ്നേഹം തുളുമ്പി തുടങ്ങണം. ആ തുളുമ്പി തുടങ്ങുമ്പോഴാണ് മറ്റൊരാൾക്ക് ആ സ്നേഹത്തെ എനിക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതാണ് ഇന്റൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. നമുക്ക് കുറച്ച് ചെറിയൊരു കാര്യമാണ് എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. കംപ്ലീറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പറഞ്ഞോളൂ. നല്ല ക്ലാസ് ആയിരുന്നു. സംശയങ്ങൾ എന്തെങ്കിലും? ഹലോ സർ. ഹലോ. അടിപൊളി ക്ലാസ് ആയിരുന്നു. ശരിക്കും ഈ ഒരു ഇന്റൻഷൻ എന്നുള്ളത് നമ്മളിങ്ങനെ സാർ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പല എക്സാമ്പിളുകളിലേക്കും നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് അത് ബ്രേക്ക് ആയി പോകുന്നത്, അല്ലെങ്കിൽ തുടങ്ങിയ അതൊരു ഇന്റൻഷൻ ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് എന്താന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകളുടെ അടുത്ത് ഒരു റിവെഞ്ച് ആയിട്ട് ചിലപ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവരെ മുന്നിൽ ജയിച്ച് കാണിക്കണം എന്നുള്ളത് കൊണ്ട് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ഒരു കുറച്ച് സമയം ടൈം പീരീഡ് കഴിയുമ്പോൾ അത് നിർത്തി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇന്റൻഷൻ അതാണ്, അതുകൊണ്ടാണ് എന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. എൻജോയ് ചെയ്തു, അതുപോലെ അക്സെപ്റ്റ് ചെയ്തു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു ടീം. സാറേ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ന്യൂലി മാരീഡ് ആയിട്ടൊരു കപ്പിളാണ്. അതില് ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾക്ക് തന്റെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടെന്നുള്ള ഫീൽ വരുത്താനാണോ എന്താണെന്നറിയില്ല, പല കാര്യങ്ങളും ഉണ്ട് എന്ന് ഇങ്ങനെ നുണ പറയുന്നു. എന്നിട്ട് അത് കണ്ടുപിടിച്ച് കഴിയുമ്പോ അതിനെക്കുറിച്ച് കൺവിൻസ് ചെയ്യണം. ഇപ്പൊ എന്തോ ഒരു ഹാലൂസിനേഷൻ പോലെ ഒരു പെട്ടി ഉണ്ട്, ആ പെട്ടിയിൽ നിറച്ചും ഫോറിനിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ്, അത് നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു തുറക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോഹിപ്പിച്ചിട്ട് വൈഫ് എങ്ങോടെങ്കിലും പുറത്ത് പോയി കഴിയുമ്പോൾ ആ പെട്ടി, അയ്യോ അതിലുള്ള സാധനങ്ങൾ കാണുന്നില്ല, ഇവിടെ പോയിന്ന് അറിയില്ല. അങ്ങനെ ആ ഒരു ഇന്റൻഷൻ കാണിക്കുന്നത് അങ്ങനെ പല ഇൻസിഡന്റുകൾ, ഒന്നല്ല പല ഇൻസിഡന്റുകൾ അങ്ങനെ കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരുപാട് എനിക്ക് അതിൽ ചോദിക്കാനുണ്ട്. ആ ഒരു കേസ് എന്ന് പറയുമ്പോൾ ഇതൊരു എന്താണ്, നോർമലി നമുക്ക് ആളുകളെ പറ്റിക്കുക എന്ന് പറയുന്ന ചില ആളുകൾക്ക് ഒരു സാഡിസമായിട്ടും ചില ആളുകൾക്ക് മറ്റുള്ളവരെ ഇങ്ങനെ കളിയാക്കുക, ചിരിപ്പിക്കുക, അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങൾ. അതായത് നമുക്ക് ഇതൊരു ഇന്റൻഷന്റെ ബേസ് ചെയ്ത് മാത്രമല്ല, ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തൊക്കെയോ ഒരു ഹീൽ ചെയ്യാത്ത ഒരു അൺഹീൽഡ് ആയ വൂണ്ടുകൾ അവിടെ കിടപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരുപാട് വൂണ്ടുകൾ കിടപ്പുന്നുണ്ടാവും. അത്തരം കളിയാക്കലുകൾ ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും. അത്തരം എന്താ പറയാ ഒരുപാട് തരത്തിലുള്ള ബ്ലെയിമുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ സ്വയത്തെ മറന്നുകൊണ്ടിട്ട് നമ്മളെ തന്നെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്പേസ് ആണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഞാനല്ലാണ്ടാവും, ഞാനല്ലാത്ത വേറെ ആരൊക്കെയോ ആവാഹിച്ചുകൊണ്ട് ജീവിച്ചു കൊടുക്കണം. അപ്പൊ അതിൽ പിന്നെ ഞാൻ ആരൊക്കെയോ ആവാൻ വേണ്ടി ആഗ്രഹിച്ച എന്നെ ഞാൻ ഒന്ന് പ്രതിഷ്ഠിക്കും. അതിൽ ആ ഞാനായിരിക്കും പിന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു, കളിച്ചുകൊണ്ടിരിക്കുന്നു ഒക്കെ. അപ്പൊ അതില് ചിലപ്പോൾ അയാളുടെ ഉദ്ദേശത്തില് നല്ലൊരു ശതമാനം ചിലപ്പോൾ
ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും കളിയാക്കുക, വെറുതെ വൈഫിനൊന്ന് ഇറിറ്റേറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ ഉണ്ടാവുള്ളൂ. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു സാധാരണ രീതിയിലുള്ള കളിയാക്കലുകളോ സാധാരണ രീതിയിലുള്ള ഒരു ഇറിറ്റേഷനോ ഒന്നുമല്ല. അത് ഒരു പരിധി വരെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് തന്നെ കാണേണ്ട ഒരു സംഭവം കൂടിയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഹലോ. ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. ഇന്റൻഷന്റെ ഒരു പോയിന്റ് പറഞ്ഞല്ലോ. അതായത് നമ്മൾ ഒരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്തു, ഉം. അയാള് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു കോംപ്ലിമെന്റ് നമുക്ക് തന്നില്ല. ഓക്കെ. അത് പിന്നീട് നമുക്ക് അയാളൊരു ദേഷ്യമായിട്ട് മാറുന്നു. അതെ അങ്ങനെ സംഭവിക്കും. അപ്പം അതൊരു ഇന്റൻഷൻ പ്യൂർ അല്ലാത്തത് കൊണ്ടാണല്ലേ? അതെ അത് നല്ലൊരു അത് പോയിന്റ് ആയിരുന്നു കേട്ടോ. അത് നമുക്ക് ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു സന്തോഷത്തിനാണ് എന്നുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പ് അതല്ലാതെ ചെയ്യാതെ നമ്മളത് അത് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നമ്മളെ കോംപ്ലിമെന്റ് ചെയ്യും, അയാൾ റിട്ടേൺ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചാൽ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ കിട്ടിയില്ലെങ്കിൽ പിന്നീട് നമുക്ക് അയാൾ അതൊരു വെറുപ്പായിട്ട് മാറും. എക്സ്പെക്ടേഷൻ പിന്നീട് എന്ന് ആ ഹെൽപ്പ് പറയുന്നത് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാവുകയല്ല. തീർച്ചയായിട്ടും എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നമ്മളിൽ വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാളിലേക്ക് എക്സ്പെക്ടേഷൻ കൊടുക്കാൻ പാടില്ല. എന്നാലും ചില ആളുകൾ ചോദിക്കും, ഭർത്താവല്ലേ, ഭാര്യയല്ലേ, ഫ്രണ്ട്സ് അല്ലേ, മക്കളല്ലേ, ഉമ്മയല്ലേ, വാപ്പല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിക്കണ്ടേ കുറച്ചൊക്കെ എന്നൊക്കെ ചോദിക്കും. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ എന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് എക്സാം എഴുതിയാൽ ഇത്രയൊക്കെ കിട്ടും എന്നുള്ള എക്സ്പെക്ടേഷൻ എനിക്ക് കൊടുക്കാൻ പറ്റും. കാരണം എനിക്ക് എന്നെ അറിയാൻ പറ്റും. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് എനിക്കത് എക്സ്പെക്ട് ചെയ്യാം. എന്നാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ എന്റെ ഉള്ളിലുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. ഞാൻ ഒരിക്കലും ഇനി കണ്ണ് ചിമ്മൂല എന്നും പറഞ്ഞ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കാൻ പാടില്ല. എനിക്ക് കണ്ണ് ചിമ്മാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോ ഇത് എന്നെ പറ്റി ഞാൻ അറിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ മാത്രമേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ആ കൺട്രോൾ ചെയ്യുന്ന വിഷയത്തിൽ മാത്രമേ എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂ. അല്ലാത്തതെല്ലാം ഓവർ എക്സ്പെക്ടേഷൻസിലാണ് പെടുക. ഞാൻ മറ്റൊരാളെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ, കാരണം അയാൾ എന്റെ കൺട്രോളിൽ ഉള്ളതല്ല. പലപ്പോഴും പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ മറ്റൊരാളെ എങ്ങനെ ആവണം ഞാൻ ആഗ്രഹിക്കുന്നു, അത് എന്റെ ആഗ്രഹം മാത്രമാണ്. അയാളുടെ ആഗ്രഹം വേറെ ആയിരിക്കും. അപ്പൊ അയാളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരാളാവാനായിരിക്കും അയാൾ ശ്രമിക്കുന്നത്. അപ്പോ ഞാൻ ആഗ്രഹിക്കുന്ന അയാളിൽ നിന്ന് കിട്ടേണ്ട ഒന്നും എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് ആഗ്രഹങ്ങളൊക്കെ നമ്മളിലേക്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. എന്ന് മുതൽ നമ്മളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആഗ്രഹങ്ങൾ കൊടുത്തു തുടങ്ങിയോ, അതിനാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അന്ന് മുതൽ നമുക്ക് സങ്കടങ്ങൾ തുടങ്ങും. കാരണം നമുക്ക് ആ ആഗ്രഹങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. ആ ആഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് നല്ലൊരു ഔട്ട്കം തരൂല. എന്തുകൊണ്ടാണ് തരാത്തത്? ഇത്രേ ഉള്ളൂ, ചോദ്യത്തിന് ഉത്തരം ഇത്രേ ഉള്ളൂ. അയാളാവാൻ വേണ്ടി അയാൾ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഞാൻ മറ്റൊരാളാവാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നല്ല ക്ലാഷ് വരും. കാരണം ഞാനായിട്ടല്ലേ ജീവിക്കേണ്ടത്. അതിന് വിട്ടിട്ട് ഞാൻ മറ്റൊരാളാവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത്. അപ്പോ ഒരാളെ ഞാൻ ഹെൽപ്പ് ചെയ്യുക, ഒരാൾക്ക് ഞാൻ വേണ്ടി ഒരു സാധനം കൊടുക്കുക. എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ അടുത്തോട്ട് വന്നിട്ട് പറയാണ്, ഇനി ഞാൻ 4-5 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ല, എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സങ്കടം തോന്നും. ആ ഒരു ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യനായാലും ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ചിലപ്പോൾ ഒന്ന് ഓക്കെ, ഞാനൊരു 100 രൂപയ്ക്ക് നമ്മൾക്ക് ഒരു ബിരിയാണി നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. നേരെ മറിച്ച് ആൾ പൈസ വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ കൊടുക്കൂല. നേരെ ഒരു ഭക്ഷണം വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് തോന്നും. നമ്മൾ എന്ത് ചെയ്യും? അതെടുത്തിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. ആ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ യാതൊരു തരത്തിലും മനുഷ്യൻ എന്നുള്ള രീതിയിലല്ല നമ്മളൊന്നും ചെയ്യുന്നില്ല അവിടെ. കാരണം അയാളെ കൊണ്ട് ഇനി നമുക്കൊന്നും തരാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അയാളിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആ പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കൊടുക്കുന്നതിൽ ഭയങ്കര മൈൻഡ്ഫുൾനെസ് നമുക്ക് ഉണ്ടാവും. എങ്ങാനും നമ്മൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ഭക്ഷണം അയാൾ കഴിക്കുന്നത് കണ്ടല്ലോ, ഭയങ്കര ഒന്നും ഇല്ലാത്തൊരു സന്തോഷം നമുക്ക് തോന്നും. കാരണം എന്താണ്? നമ്മൾ അതിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, അയാളിൽ നിന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ആ ഭക്ഷണം ഞാൻ എന്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവളൊന്നും ഞാൻ നോക്കിയില്ലല്ലോ, അവളൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, ഞാൻ എടുത്ത എഫേർട്ടിന് അത് വിലയില്ലേ, നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങും. എന്റെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഇത്രയും കാലം ഞാൻ നോക്കിയില്ലേ, കണക്ക് പറയാൻ തോന്നും. നമ്മളോട് തന്നെ കണക്ക് പറഞ്ഞോളും. കാരണം നമ്മൾ അവരിൽ നിന്നൊക്കെ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ പ്രതീക്ഷിക്കാതെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അൺകണ്ടീഷണൽ ആയ ഒരു സിസ്റ്റത്തിലാണ് വരിക. അൺകണ്ടീഷണൽ സിസ്റ്റത്തിലോട്ട് നമ്മൾ ഉയർന്നാലേ നമ്മുടെ കുടുംബം ഉയർന്നു വരുള്ളൂ. നമ്മുടെ കുടുംബം ഉയർന്നാലേ നമ്മുടെ സമൂഹം ഉയർന്നു വരുള്ളൂ. അപ്പൊ ഞാനാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി. ആ ഞാൻ എന്ന് പറയുന്ന ഒരാളെ ഞാൻ ഇതിലേക്ക് കൊണ്ടുപോകും. എക്സ്പെക്ട് ചെയ്യാണ്ട് ഹെൽപ്പ് ചെയ്യുക. നമ്മൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വേണ്ടില്ല എന്ന് തോന്നിയോ, ഇന്റൻഷൻ തെറ്റിപ്പോയി. അത് തെറ്റിപ്പോയി. ഇന്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മറന്നിരിക്കണം. പിന്നെ അതിനെപ്പറ്റി ചർച്ചയില്ല നമുക്ക്. വേറൊരാൾ നമ്മളെ പറ്റി ഇങ്ങനെ പുകഴ്ത്താൻ വേണ്ടി നമ്മളൊരാളുണ്ട്, അയാൾ ഇങ്ങനെ പറയാണ്, നമ്മൾ കൊടുക്കുന്നതൊക്കെ പറയണ്ടോ, ആൾക്കാരൊക്കെ പറയുമ്പോൾ ഒന്നിങ്ങനെ ഒന്ന് പുകഴ്ത്തി പറയണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇന്റൻഷൻ തെറ്റിപ്പോയി.
അപ്പൊ അയാളിലേക്ക് എന്തായാലും കിട്ടുന്നില്ലേ, പിന്നെന്താ കുഴപ്പം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ അയാളിലേക്ക് കിട്ടിയത് പോലും അയാൾ ഉപയോഗിച്ചോ എന്നുള്ളതല്ല, എനിക്ക് അതിനെ കൊണ്ടൊരു ഉപകാരം. അപ്പൊ എന്നിലേക്ക് ഉപകാരപ്പെടുന്ന ഹെൽപ്പിംഗ് ആയിരിക്കണം ഞാൻ ചെയ്യുന്നത്. എന്നിലേക്ക് എപ്പോഴും ഉപകാരപ്പെടുക, ഞാൻ അയാളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കും. ഒരു കോംപ്ലിമെന്റ് പോലും പ്രതീക്ഷിക്കരുത്, ഒരു താങ്ക്സ് പോലും പ്രതീക്ഷിക്കരുത്, ഒന്നും പ്രതീക്ഷിക്കരുത്. അത്തരം അൺകണ്ടീഷണൽ ആയ ഒരു വിസ്ഡത്തിലോട്ട് നമ്മൾ എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഫീൽ ചെയ്യേണ്ട, നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനത്തെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് സമാധാനം, പീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. 100% സത്യമാണ്. ഇന്റൻഷൻ പ്യൂർ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് വിപരീത ഫലം ചെയ്യുന്നു തീർച്ചയായിട്ടും. ഉള്ളതാണ് വാസ്തവം. ഹലോ സാർ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം ചോദിച്ചോളൂ. നമ്മൾ ഒരു ഇന്റൻഷനും ഇല്ല, അറ്റ്ലീസ്റ്റ് നമ്മൾ താങ്ക്സ് പോലും ആഗ്രഹിക്കുന്നില്ല, നമ്മൾ നല്ല ഇന്റൻഷൻ കൂടി അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നിരിക്കട്ടെ, അവർക്കത് മനസ്സിലായി, ആ നിമിഷം അവർ ഭയങ്കര താങ്ക്ഫുൾ ആയിരുന്നു. പക്ഷെ ചില സിറ്റുവേഷനിൽ അവരുടെ ദേഷ്യം വരുമ്പോഴും നമ്മൾ ഇതൊന്നും ചെയ്തിട്ടേ ഇല്ല, നമ്മളൊന്നും പറഞ്ഞിട്ടേ ഇല്ല, നമ്മൾ ചെയ്തതിനെ എഗനസ്റ്റ് ആയിട്ട് നമ്മുടെ എന്തോ ആവശ്യത്തിന് വേണ്ടിയാണ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കൊരു പെയിൻ ഉണ്ടാവില്ലേ? അതെ, അതായത് അതിന്റെ ഒരു പോയിന്റ് വരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല്, നമ്മൾ ഉള്ളിൽ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ മറ്റൊരാൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് അർത്ഥം. അതായത് ഇന്റൻഷനിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇന്റൻഷനിൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നില്ല, നമ്മളൊരു എക്സ്പെക്ടേഷനിലില്ല. ബട്ട് നമ്മൾ ഇന്റൻഷൻ ബിഹൈൻഡ് ദ ഇന്റൻഷൻ, നമ്മൾ എവിടേക്കോ നമ്മുടെ ആ ഇമോഷൻ ഹേർട്ട് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നർ ചൈൽഡിൽ ഒരു വൂണ്ട് ചിലപ്പോൾ കിടപ്പുണ്ടാവും, റിലേഷൻഷിപ്പിൽ വൂണ്ട് കിടക്കുന്നുണ്ടാവും, മറ്റൊരാളെ ഒരുപാട് ചിലപ്പോൾ നമ്മൾ ട്രസ്റ്റ് വൂണ്ട് കിടപ്പുണ്ടാവും, ഒരുപാട് ആൾക്കാരെ വിശ്വസിച്ചിട്ട് നമ്മളെ ചതിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വൂണ്ടുകൾ ചിലപ്പോൾ നമ്മുടെ ഇന്നർ ചൈൽഡിൽ കിടക്കുന്നുണ്ടാവും. അങ്ങനെ ഇന്നർ ചൈൽഡിൽ പോയിട്ടുണ്ടാകുന്ന ഈ വൂണ്ടുകളൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ വലുതായി 10-25 വയസ്സായി, 30 വയസ്സ്, 40 വയസ്സായി, ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. നമ്മളുള്ളിൽ അതിനൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ വന്നു എന്നുള്ള ധാരണയിലായിരിക്കും നമ്മൾ ജീവിക്കുന്നുണ്ടാവുക. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഇന്റൻഷനിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടാവും. എന്ത്, ഇനിയിപ്പോ ആരും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എന്താ നടക്കട്ടെ, വിഷയമല്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ബട്ട് ആരെങ്കിലും വന്നിട്ട് വീണ്ടും ചതിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ളിൽ ഇങ്ങനെ ഒരു പുകച്ചിലും ഒരു സങ്കടമൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഉള്ളിലുള്ള ആ ഒരു വൂണ്ടുകൾ ഹീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതൊന്നും നമ്മുടെ ആരുടെയും തെറ്റുകളല്ല, നമുക്ക് പോലും നമ്മളെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിന്റെ സത്യമാണത്. വേറെ ഒന്നുമല്ല, അതിന് നമുക്ക് ഓക്കെ ഞാനിപ്പോ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളതിന് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനും നിങ്ങളും ഈ കാണുന്ന എല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ അതിന്റെ പെർഫെക്റ്റ് 100% സമാധാനത്തിലേക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും പറയുന്നത്. ഈ ഉള്ളതിൽ നിന്ന് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം സന്തോഷത്തോടെ ഹാപ്പിനെസ്സോടെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ, മറ്റൊരാൾക്ക് നമ്മുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യാനുള്ള അനുവാദം ഇല്ല, അത്രേ ഉള്ളൂ. അത് മറ്റൊരാൾക്ക് നമ്മൾ ലൈഫിലോട്ട് വന്നിട്ട് നീ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാനുള്ള ഒരു സ്പേസ് ഇല്ല. കാരണം അത് നമുക്ക് മാത്രമേ ഉള്ളൂ. എന്റെ എനർജിയെ, എന്റെ മൈൻഡിനെ, എന്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് എനിക്ക് മാത്രമേ ഉള്ളൂ. അത് മറ്റൊരാൾക്ക് നമ്മൾ എപ്പോഴാണ് കൊടുക്കാറിയോ, നമ്മുടെ നമ്മൾ അറ്റാച്ച്മെന്റ് കൊടുക്കുമ്പോഴാണ്. നമ്മൾ ഓപ്പൺ ഡോറിൽ മറ്റൊരാൾക്ക് ഭയങ്കരമായ ഒരു അറ്റാച്ച്മെന്റ് കൊടുക്കുമ്പോഴാണ്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മറ്റൊരാളുടെ കയ്യിൽ നമ്മുടെ റിമോട്ട് മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, അയാളിൽ നിന്ന് നമുക്ക് ആ ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും, നമ്മൾ എന്തൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാലും അതിനെ ചൊല്ലിയിട്ട് ഒരുപാട് നമ്മൾ എഫേർട്ടിനെ കാണാത്ത രീതിയിൽ കുറ്റപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളൊന്നും പറയുന്നുണ്ടാവില്ല, നമ്മൾ മിണ്ടാതിരിക്കുകയായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടോ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നതിനോ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വളരെ നോക്കുന്നുണ്ടാവും, നമ്മളെ സമയം ഒരുപാട് മാറ്റിവെച്ച് അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ കാണും. പക്ഷെ അത് കേൾക്കുമ്പോൾ പോലും എനിക്കത് ആവശ്യം, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയം അല്ല എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് ഞാൻ മാറണം. രണ്ടാമത്തത്, അങ്ങനെ ഒരു സ്പേസ് എനിക്ക് യോജിച്ചതല്ല എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. കാരണം അത് സ്നേഹം വാങ്ങുന്നതിന് തുല്യമാണ്. സ്നേഹം വാങ്ങേണ്ട ഒരു സാധനമല്ല, കൊടുക്കേണ്ട ഒരു സാധനമാണ്. ഞാൻ കൊടുക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ ഉള്ളൂ, ഇങ്ങോട്ട് വാങ്ങുക എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. മറ്റൊരു സ്നേഹം ഇങ്ങോട്ടേക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ വാങ്ങാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇമോഷണലി ഹേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ കോൺസെപ്റ്റ്. സോ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇല്ലെങ്കിൽ അയാൾക്കും നമ്മളുടെ ഹീലിംഗ് ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക, അയാളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ട് ആ ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരിക. എന്നാൽ മാത്രമേ നമുക്ക് ആ പറയുന്ന ഒരു പോയിന്റിലോട്ട് നമുക്ക് രണ്ടുപേരും, ആ ഹസ്ബൻഡ് ആയാലും വൈഫിനെയും എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.
മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് ഇത്ര സ്മൂത്ത് ആയിട്ട് പറഞ്ഞാൽ തീരൂല. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ഒരു ടോപ്പിക്കാണത്. ചില സമയം നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് സമയത്ത് നമുക്കൊരു പെയിൻ ഉണ്ടാവില്ല. നമ്മളെ എല്ലാവരും ഒരു പെയിനിൽ നിന്നോ ഒരു സക്സസിൽ നിന്നാണല്ലോ പല കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ആ ഒരു തീർച്ചയായിട്ടും. മൊമെന്റ് മേ ബി പേരൻസ് ആയിരിക്കും, വൈഫ് ആയിപ്പോയ കുട്ടികളായിരിക്കാം. ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ചെറിയ നമുക്കൊന്നും തിരിച്ചു വേണ്ടെങ്കിലും ആ മൊമെന്റ് എല്ലാം അംഗീകരിച്ച് ചെറിയൊരു പാളിച്ച വരുമ്പോൾ നമുക്കെതിരെ തിരിയാൻ നേരത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പെയിൻ ആർക്കായാലും ഉണ്ടാവും. അതെ, പെയിൻ ആ, ഉണ്ടാവില്ല അത് എന്ന് ഞാൻ പറയുന്നില്ല. ആ പക്ഷെ പെയിനിനെ അത് നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ പറ്റി ആ, പെയിൻ ഒരിക്കലും ഇല്ലാത്തവരല്ല മനുഷ്യന്മാർ. ആ പെയിൻ നമുക്ക് ഉം, ആവശ്യമാണ്. വേദനകളിൽ നിന്നാണ് വെളിച്ചങ്ങൾ ഉണ്ടാവുന്നത്. വേദനകൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ വേദനകളും ഒറ്റപ്പെടലുകളും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് എന്തൊക്കെയോ ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതെല്ലാം നത്തിങ്നെസ് എന്നാണ് സമ്പൂജ്യനാവുക, സമ്പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഒന്നും ഇല്ലാതെ ഇരിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ആയി തുടങ്ങുന്നു. അപ്പൊ വേദന വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ആ വേദനകളെ നമ്മൾ എങ്ങനെ സമീപിക്കണം, നമ്മൾ എങ്ങനെ കാണണം, അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം. ഈ അതൊരു പറഞ്ഞ ഡെപ്ത്. കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യട്ടെ. ഇങ്ങനെ നമ്മൾ ഈ ആർഗ്യുമെന്റ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു ആർഗ്യുമെന്റ്സ് ജയിക്കാനാണല്ലോ ശ്രമിക്കുക. അപ്പോൾ ആർഗ്യുമെന്റ്സ് ജയിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് പറയും, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, മുഴുവൻ ഞാനാണ് ചെയ്തത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യും. അപ്പം നമ്മൾ അങ്ങനെ കേൾക്കുമ്പോഴാണ് ഈ വിഷമം വരുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഇത് ആർഗ്യുമെന്റ് ജയിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, മനസ്സിലൊന്നും വെച്ചിട്ടല്ല പറയുന്നത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. ആ രീതിയിലൊക്കെ നമുക്ക് എടുക്കാം. ഏത് രീതിയിൽ നമുക്ക് അതിനെടുക്കാം. ബട്ട് ഇവിടെ പല രീതികളിലുണ്ട്. ഇപ്പോ നിങ്ങൾ പറഞ്ഞതൊരു സിറ്റുവേഷൻ മാത്രമാണ്. ചിലപ്പോ അങ്ങനെ ഉദ്ദേശത്തിലായിരിക്കണം എന്നില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള്. വേദനിപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെ പറഞ്ഞിരുന്ന ആളുകളും ഉണ്ടാവും. ഇപ്പൊ പ്രത്യേകിച്ച് നാർസിസിസ്റ്റിക് ക്യാരക്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അത് ആള് വേദനിക്കണം എന്നുള്ള ഉദ്ദേശം അതെ കൊണ്ട് അതെ തന്നെയാണ് അത് പറയുന്നത്. അത് സങ്കടപ്പെടണം, ഞാൻ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല കാര്യത്തിൽ തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ അതിനെ ഇത്രേ ഉള്ളൂ. ഞാനൊക്കെ മനസ്സിലാക്കി ഒന്നില് അതിനെ നമ്മൾ നന്നാവുക. നമ്മൾ നന്നാക്കിയിട്ട് നമ്മളെ തന്നെ ക്ലിയർ ആക്കിയിട്ട് അതൊന്നും ഒരു പ്രോബ്ലം അല്ലാതെ എത്ര വലിയ പാറക്കല്ല് ഉരുണ്ട് വന്നാലും നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് നമ്മൾ നിൽക്കുക. ഒരു കാര്യം. രണ്ടാമത്തത്, ഓക്കെ ആ സ്പേസ് ക്ലിയർ അല്ലേ, ആ സ്പേസ് മാറുക. നമ്മൾ ആ സ്പേസ് നിന്ന് മാറുക. നമ്മുടെ സറൗണ്ടിങ് ക്ലിയർ അല്ലേ, നമ്മുടെ സറൗണ്ടിങ് നമ്മൾ മാറുക. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇത്ര പെട്ടെന്നൊക്കെ അങ്ങനെ മാറാൻ പറ്റുമോ? മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ സമയമാണ് കഴിഞ്ഞു പോകുന്നത് മനസ്സിലാക്കുക. നമ്മളെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മാറ്റേണ്ടത് മാറിന്നെ വേണം. അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. ഒരു കാര്യം മാറേണ്ടതാണോ, അത് മാറിയിരിക്കണം. ഓക്കെ. നമുക്ക് എനിവേ എനിക്ക് മനസ്സിലായത് നമുക്ക് വേറൊരാളെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളെ മനസ്സിലാക്കി നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാനേ ആയിരിക്കും ഏറ്റുള്ളൂ. നമ്മളെ ചേഞ്ച് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ വേറൊരാളെ ചേഞ്ച് ചെയ്യാൻ നല്ല എഫേർട്ട് കഴിയൂല, എടുക്കണം. ഒരിക്കലും കഴിയൂല. ഇല്ല, അത് പ്രയാസമായിരിക്കും. അവരവര് ചിന്തിക്കണം. ഇപ്പൊ സാറ് അല്ല, പറഞ്ഞതിന്റെ കൂട്ട് നമ്മളിൽ നിന്ന് മറ്റുള്ളവർ നന്നായി തുടങ്ങും. അതായത് ഉം, നമ്മളുടെ ഉള്ളിലെ ഇന്റൻഷൻസും എനർജിയും പ്യുവർ ആവുന്നതോടെ നമ്മളിൽ നിന്ന് ട്രാൻസ്ഫർ ആവുന്ന എനർജി അവരിലേക്ക് എത്തുന്നുണ്ട്, അവരിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. എത്രയോ കപ്പിൾ കേസുകളിലൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡും വൈഫും വേറെ റൂമിൽ കിടന്നുണ്ടാവും. ചിലപ്പോൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ സെഷൻ കഴിയുമ്പോഴേക്കും ഇവരൊന്ന് പ്രോഗ്രസ് ചെയ്ത് ഇവരെ ഗ്രോത്ത് ഒക്കെ ആയി തുടങ്ങിയിട്ട് ഇവരെന്നെ എനിക്ക് മെസ്സേജ് അയക്കും, സർ ഞങ്ങൾ ഇപ്പോൾ ഞാനൊന്നും പറയാത്തതിന് പുള്ളി എന്റെ കൂടെ കിടക്കാൻ തുടങ്ങി എന്ന് പറയും. അതായത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിലെ മാറ്റങ്ങൾ കാരണം നമ്മളിലെ മാറ്റത്തിന്റെ ഒരു പ്രതിഫലനം, നമ്മളെ മാറ്റത്തിന്റെ റിഫ്ലക്ഷൻസും നമ്മുടെ എനർജികളും മറ്റുള്ള ഒരാളിലേക്ക് ഇത് എത്തുന്നതിലൂടെ അവരിലും മാറ്റങ്ങൾ അത് ഓട്ടോമേഷൻ ആണ്. കാരണം എനർജി എന്ന് പറയുന്നത് നമുക്ക് മാത്രം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെല്ലാവരും സത്യത്തിലൊക്കെ മനുഷ്യന്മാരല്ലേ. മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അറ്റാച്ച്ഡ് ആണ്. എല്ലാവരും ഒന്നിനായിട്ട് ബന്ധമുള്ള ആളുകളാണ്. ഈ ജാതി വ്യവസ്ഥകളും പരിപാടികളൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത സംഭവം. നമ്മളെല്ലാവരും ഒന്നിൽ നിന്ന് തന്നെ വന്ന ആളുകളാണ്. അപ്പോ ആ ഒരു സിസ്റ്റത്തിൽ നമ്മളെല്ലാവരും എവിടേക്കോ ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിലുള്ള ചേഞ്ച് മറ്റുള്ള ഒരാളിലേക്ക് ഓട്ടോമേറ്റ് ചെയ്തിട്ട് തന്നെ അത് പോകുന്നുണ്ട്. ആ ഒരു ചേഞ്ച് അയാളിൽ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എത്രത്തോളം പ്രശ്നക്കാരനാണ് എന്നുള്ളതല്ല നമ്മുടെ ഡിസ്കഷൻ, നമ്മൾ എത്രത്തോളം പ്രശ്നക്കാരനാണ്. നമ്മളെ മാറുന്നതിലൂടെ മറ്റുള്ളവരെ മാറ്റത്തെ നമുക്ക് വിസിബിൾ ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ആദ്യമായിട്ടാണ് വിംബിളിന്റെ ക്ലാസ്സിൽ, ഫസ്റ്റ് ടൈമാണ്. നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ്. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് പതുക്കെ വൈൻഡപ്പിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടുള്ള സംസാരമായിരുന്നു. തീർച്ചയായിട്ടും മനുഷ്യനാവുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ
നമ്മൾ ചിന്തിക്കുന്നത് പോലെയോ അതല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതുപോലെയോ ഒന്നുമല്ല എന്ന് നമ്മൾ ഓരോ ദിവസവും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്ക് നമ്മളെ നവീകരിക്കാൻ, നമ്മളെ മാറ്റാൻ, നമ്മളെ ചിന്താഗതികളിൽ നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോഴുള്ള നമ്മുടെ വാക്കുകളിലും സംസാരങ്ങളിലും ഇടപെടലുകളിലും ഒക്കെ അതേപോലെ തന്നെ സമീപനങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇന്ന് നമ്മൾ അറിഞ്ഞ, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നമ്മളിൽ അപ്ലൈ ചെയ്ത് നമുക്ക് മുന്നേറാം. അതിന് ഈ ഒരു ക്ലാസ് ഉപകരിച്ചു, അത് നിങ്ങളിലേക്ക് എത്തി എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതിനേക്കാൾ ഉപരി ഈ ഒരു സെഷൻ ഏറ്റവും മനോഹരമായിട്ട് പിന്നെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട യൂനുസ് സാറിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. സാറിന്റെ സെഷൻസ് എല്ലാ തിങ്കളാഴ്ചകളിലും വിംബിൾ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും. അപ്പൊ എല്ലാവരെയും പിന്നെ ഈ ഒരു സമയത്ത് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഇൻവൈറ്റ് ചെയ്യാണ്. നാളെ 8:30 മണിക്ക് കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി സ്കിൽസ് എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൗജന്യ വെബിനാർ ഉണ്ടാകും. അതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും അതേപോലെ തന്നെ നമ്മുടെ യൂനുസ് സാറിനും ഒരിക്കൽ കൂടി സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. പറയൂ. റെക്കോർഡ് ഉണ്ടാവൂലേ ഇതിന്റെ? റെക്കോർഡ് ഗ്രൂപ്പിൽ വരും, നാളെ വരും കേട്ടോ, ഗ്രൂപ്പിൽ വരും. ഓക്കെ, പ്രീവിയസിന്റെ വെബിനാറിന്റെ ഒക്കെ റെക്കോർഡ് ഉണ്ടാവും? എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. എല്ലാ റെക്കോർഡുകളും നമ്മുടെ വിംബിൾ അക്കാദമിന്ന് യൂട്യൂബ് ചാനലിൽ അടിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിൽ പോയിട്ട് വിംബിൾ അക്കാദമി എന്ന് അടിക്കുക, അതിൽ നമ്മുടെ എല്ലാ ഫ്രീ സെഷനുകളും അവൈലബിൾ ആണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. സർ, സിബിടിനെ പറ്റിയിട്ടൊന്ന് പറയായിരുന്നു. എന്നാ ക്ലാസ് തുടങ്ങും? സിബിടിയുടെ നമ്മുടെ നെക്സ്റ്റ് ബാച്ച് വരുന്നത് ഫെബ്രുവരി 15-ാം തീയതിയാണ് ഇനി അടുത്ത ബാച്ച്. ഇന്നലെ നമ്മൾ 10ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. 11ാമത്തെ ബാച്ച് നമുക്ക് ഇനി വരുന്നത് 15-ാം തീയതിയാണ്. 5 ദിവസത്തെ വർക്ക്ഷോപ്പാണ്. അതിൽ ആദ്യത്തെ ദിവസം എന്താണ് CBT എന്നും അടുത്തുള്ള ദിവസങ്ങളിൽ നമ്മൾ OCD, ഡിപ്രഷൻ, അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് CBT അപ്ലൈ ചെയ്യുക എന്നുള്ളതായിരിക്കും 5 ദിവസത്തെ വർക്ക്ഷോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതിന് 500 rupees ആണ് പേയ്മെന്റ് വരുന്നത്. അപ്പോ അതിന് ഫെബ്രുവരി 15-ാം തീയതി. ഡെയിലി എത്ര മണിക്കൂറാണ്? 1 hour ക്ലാസ് ആണോ? ഡെയിലി നമുക്ക് 7 മുതൽ 8:30 വരെ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. 7 മുതൽ 8:30 എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഇപ്പൊ ഇന്നലെയൊക്കെ 2.5 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോ 2-2.5 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. വിത്ത് കേസ് സ്റ്റഡീസ് ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. ഇൻ കേസ് മിസ് ആയി കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡിംഗ് കിട്ടുമോ? റെക്കോർഡിംഗ് ഉണ്ടാവും. നമ്മളുടെ എല്ലാ ക്ലാസ്സുകൾക്കും റെക്കോർഡിംഗ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഉണ്ടോ സർ? പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹാർഡ് കോപ്പി ആവശ്യമുണ്ടെങ്കിൽ 100 രൂപ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം. ഓക്കെ. അതിന്റെ ജോയിൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടുക. 9952373334. ഇതാണ് ഇതാണ് CBTയുടെ പോസ്റ്റർ കേട്ടോ. സാറ് ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഇവിടെ ട്രോമ ഇൻഫോംഡ് കെയറോ EMRDO കോഴ്സ് എങ്ങാനും ചെയ്യിക്കുന്നുണ്ടോ? ട്രോമ ഇൻഫോംഡ് കെയർ അതെ, ആ കോഴ്സ് എങ്ങാനും ഉണ്ടോ? അതുപോലെ EMRD അങ്ങനെ കോഴ്സ് ഉണ്ടോ? EMRD ഇല്ല, നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോ നിലവിൽ ചെയ്യുന്ന കോഴ്സുകൾ, തെറാപ്പികൾ CBT ഉണ്ട്, അതേപോലെ തന്നെ ബിഹേവിയറൽ തെറാപ്പി ഉണ്ട്, ആർട്ട് തെറാപ്പി, പ്ലേ തെറാപ്പി, കപ്പിൾ തെറാപ്പി, ഫാമിലി തെറാപ്പി ഉണ്ട്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഉണ്ട്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്, ജെറിയാട്രിക് കൗൺസിലിംഗ് ഉണ്ട്, സ്റ്റുഡൻസ് കൗൺസിലിംഗ് ഉണ്ട്, CBT ഫോർ ചിൽഡ്രൻ ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ നമ്മൾ MSc ഉണ്ട്, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, പിന്നെ DSM-നെ അധികരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഡിസോർഡറുകളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളിപ്പോ പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ മാസങ്ങളാണോ ഈ ക്ലാസ്? അതെ, ഓരോ മാസത്തിലും ഓരോ ബാച്ചുകളാണ്. CBT മാത്രം മാസത്തിൽ 2 ബാച്ച് ഉണ്ടാവും. Okay, thank you so much, sir. Okay, thank you. Thank you, sir. Thank you so much. Good night. Bye everyone. Thank you, sir. Thank you so much.